السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. صدق الله مولانا العظيم. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് കബൂൽ ചെയ്യുമാറാവട്ടെ. SSF ബംഗളൂരു സംഘടിപ്പിച്ച മഹബ്ബ പ്രോഗ്രാമിലാണ് നാം. അൽഹംദുലില്ലാഹ്, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി പഠിക്കുകയും ആ മഹബ്ബത്തിൻ്റെ ചെറിയ അംശമെങ്കിലും നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരാൻ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ലോകത്ത് നാം പഠിക്കേണ്ട ഒരേ ഒരു നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഗൈറ റസൂലില്ലാഹി ലൻ തഅലമ. മഹാന്മാർ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാത്ത ഒരാളെ നീ പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾക്ക് ഏത് വിഷയത്തിൽ മാതൃക വേണോ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഏറ്റവും വലിയ മാതൃകയുള്ളത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും നമുക്ക് ആക്കാൻ പറ്റുന്ന ലോകത്തെ ഒരേ ഒരു നേതാവാണ് നമ്മുടെ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി ഒറ്റ വാക്കിൽ എന്താണ് പറയുക എന്ന് ചോദിച്ചാൽ മഹാന്മാർ പറയും, ചിലർ പ്രസംഗിക്കുമ്പോഴും എഴുതുമ്പോഴും പറയും അത് മനുഷ്യത്വത്തിനു വേണ്ടി ശബ്ദിച്ച ഒരാളാണ്. അങ്ങനെ ആ ഒരു ഭാഗം സ്പർശിച്ച് സംസാരിക്കും. ചിലർ പറയും കാരുണ്യത്തിൻ്റെ നേതാവാണ്, തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദിച്ച നേതാവാണ്, സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിച്ച നേതാവാണ്. ഇങ്ങനെ ഓരോന്ന് നമുക്ക് പറയാനുണ്ടാകും. അതേ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി പറയുമ്പോൾ മുഹമ്മദുൻ റസൂലുള്ളാഹ്, അത് അള്ളാഹുവിൻ്റെ റസൂലാണ്, അള്ളാഹു നിയോഗിച്ചയച്ച ദൂതരാണ് എന്ന് പറയുമ്പോൾ ഇതിന് വല്ലാത്ത മഹത്വമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണക്കാരല്ല. 1500-ാമത്തെ ജന്മദിനമാണ് നാം ആഘോഷിക്കാൻ പോകുന്നത്. ഇത്രയും നൂറ്റാണ്ടുകളായി ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകം പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ എല്ലാവർക്കും മാതൃകയുണ്ട്. ഇന്ന് ഗസയിൽ പട്ടിണി കിടക്കുന്ന ജനങ്ങൾ, അവർക്ക് ഭക്ഷിക്കാനില്ല, കുടിക്കാനില്ല, തിന്നാനില്ല, ഒന്നുമില്ല, പ്രയാസപ്പെടുന്ന ജനങ്ങൾ, ലോകം അങ്ങോട്ട് ചിലപ്പോൾ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ അറബ് ലോകമോ മറ്റോ മുസ്ലിമീങ്ങൾക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല, മിണ്ടാൻ കഴിയുന്നില്ല, അങ്ങനത്തെ ഒരവസ്ഥയിലാണ്. ആ സന്ദർഭത്തിൽ ഗസക്കാർക്ക് മാതൃക ആരാണ്? അറബ് ലോകത്തിന് അവർ നോക്കേണ്ട ആവശ്യമില്ല. ഒരു ദിവസത്തിൽ 5 kg 5.5 kg ഭക്ഷണം ഇസ്രാഫ് ചെയ്യുന്ന റമദാനിലാണെങ്കിൽ, അല്ലാത്ത സമയത്ത് 2 kg 2.5 kg ഭക്ഷണം ദൈനംദിനം ഇസ്രാഫ് ചെയ്യുന്ന പല അറബികൾ എന്ന് മാത്രമല്ല നാമും അങ്ങനെയാണ്. ഭക്ഷണത്തിൽ മുങ്ങിക്കുളിക്കുകയാണ് നാം. ഒരു ദിവസം എത്ര പ്രാവശ്യം നാം ഭക്ഷണം കഴിക്കും? ആ ഗസയിലുള്ള ആളുകൾ ഞങ്ങളെ നോക്കിയാൽ അവർക്കൊരു സമാധാനവും ഉണ്ടാവുകയില്ല. അവരോടും പറയാനുള്ളത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾ പട്ടിണി കൊണ്ട് വിഷമിക്കുമ്പോൾ 1400 വർഷത്തിന് മുമ്പ് ഒരു നേതാവുണ്ടായിരുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് സ്വഹാബത്ത് പോയി. അവരെ പള്ളിയിലേക്ക് കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാണ്, ഓരോരോ കല്ലുകൾ. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്ന് തുറന്ന് കാണിച്ചു നോക്കുമ്പോൾ 2 കല്ലാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശപ്പ് കൊണ്ട് തൻ്റെ പള്ളിയിലേക്ക് കെട്ടിവെച്ചത്.
ബഹുമാനപ്പെട്ട സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ, ആ ഉമ്മ നമ്മോട് സംസാരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി സമയത്ത് എൻ്റെ വീട്ടിലേക്ക് വന്നാൽ അംസഹു ബത്നഹു മിൻ ശിദ്ദത്തിൽ ജൂ. ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഖാസിം റസ്താ തങ്ങൾ തദ്കിറത്തുൽ മുഹിബ്ബീൻ എന്ന കിതാബിൽ ഈ സംഭവം രേഖപ്പെടുത്തുകയാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശക്തമായ വിശപ്പ് കൊണ്ട് അവിടുത്തെ പള്ളയെ ഞാൻ തടകിക്കൊടുക്കാറുണ്ടായിരുന്നു എന്ന് സയ്യിദു സഖലൈനിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം വായിക്കുകയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞത്, ലോകത്ത് ഏത് വിഭാഗത്തിൽ കഷ്ടപ്പെടുന്ന ആളുകൾക്കും അല്ലാത്തവർക്കും എല്ലാം മാതൃകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗസയിൽ നിന്ന് ജനങ്ങളെ പുറത്തേക്ക് ഓടിക്കപ്പെടുമ്പോൾ, അവർ നിരാശ്രിതരാകുമ്പോൾ, പല ജനങ്ങൾ സ്വന്തം നാട്ടിൽ താമസിക്കാൻ കഴിയാതെ മറ്റുള്ള നാട്ടിലേക്ക് അവർ ആട്ടി ഓടിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കും മാതൃകയുണ്ടോ? മാതൃകയുണ്ട്. നിങ്ങൾ 1400 വർഷത്തിന് മുമ്പ് പരിശുദ്ധമായ മക്കയുടെ മുമ്പിൽ കഅബാലയത്തിൻ്റെ 72 മീറ്റർ മുമ്പിലുള്ള ഹസൂറ മാർക്കറ്റിലേക്ക് നിങ്ങൾ വരണം. അവിടേക്കൊന്ന് നിങ്ങൾ പോയി നോക്കണം. അന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം വീട്ടിൽ നിന്ന് നേരെ ഹസൂറ മാർക്കറ്റിൻ്റെ സമീപത്തേക്ക് വന്ന് മക്കയിലേക്ക് കഅബയിലേക്ക് തിരിഞ്ഞു നിന്ന് പറഞ്ഞൊരു വാചകമുണ്ട്, ഇന്നക്കി അഹബ്ബു അർളില്ലാഹി ഇലയ്യ. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം നീയാണ്. നിൻ്റെ ജനങ്ങൾ എന്നെ ഇവിടെ താമസിക്കാൻ സമ്മതിക്കുന്നില്ല. ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും മക്ക വിട്ട് ഞാൻ ഒരു സ്ഥലത്തേക്കും പോകുമായിരുന്നില്ല എന്ന് പറഞ്ഞത്, പ്രഖ്യാപിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മനാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു, താമസിക്കാൻ സമ്മതിക്കുന്നില്ല. ആ ഒരു വല്ലാത്ത വേദന അനുഭവിച്ച നേതാവാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടൊരു സാധാരണ നേതാവിനെ പോലെയല്ല, ഇത് ഖാത്തിമുൻ നബിയീനാണ്. മകാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും വലാകിർ റസൂലല്ലാഹി വ ഖാത്തമൻ നബിയീൻ. അന്ത്യനിമിഷം വരെ വരുന്ന ആളുകൾക്ക് പ്രവാചകരാണ്, റസൂലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും മാതൃക ആ നേതാവിലുണ്ടാകണം. അതുകൊണ്ട് നാം പഠിക്കേണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി മാത്രമാണ്. ലോകം എത്ര വർഷം കഴിഞ്ഞാലും പിന്നെയും പിന്നെയും ആ നേതാവിനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, സൂറത്തു ശർഹ്, വറഫഅനാ ലക ദിക്റക്, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ മഹത്വത്തെ നാം ഉയർത്തിയിരിക്കുന്നു. എങ്ങനെയാണ്? ബഹുമാനപ്പെട്ട ഇമാം റാസി റഹിമഹുല്ല തൻ്റെ പ്രസിദ്ധമായ തഫ്സീർ മഫാത്തിഹുൽ ഗൈബിൽ ഇതിൻ്റെ ഒരു വ്യാഖ്യാനം പറയുന്നു. എന്താണ് ഈ പറഞ്ഞ ആയത്തിൻ്റെ അർത്ഥം? അങ്ങയുടെ മഹത്വം നാം ഉയർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫൽ ഖുർആഉ യഹ്ഫളൂന അൽഫാദ മൻസൂരിക്, അങ്ങ് പറഞ്ഞ പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ, അങ്ങയുടെ ഹദീസുകൾ ലോകമെമ്പാടും എത്തിക്കുന്ന ആലിമീങ്ങളുണ്ടാകും. വൽ മുഫസ്സിറൂന യുഫസ്സിറൂന മആനിയ ഫുർഖാനി, അങ്ങയുടെ പരിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ ലോകമെമ്പാടും നിരന്തരമായി വ്യാഖ്യാനിക്കുന്ന മുഫസ്സിരീങ്ങൾ ഇവിടെയുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം പറഞ്ഞ് തീർക്കാൻ ഒരാൾക്കും കഴിയില്ല. ഇന്നും തഫ്സീറുകൾ രചിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ലഹാ മആനിൻ കമൗജിൽ ബഹ്രി ഫീ മദദി വഫൗക ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി. സമുദ്രത്തിൻ്റെ തിരകളെക്കാലപ്പുറം അതിനേക്കാൾ വിശാലമായ ആശയങ്ങളാണ് പരിശുദ്ധ ഖുർആനിനുള്ളത് എന്ന് നാം പറയുമ്പോൾ, ആ ഖുർആൻ ഇറക്കപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇൽമ് എത്രയാണ്, അതിനേക്കാൾ അപ്പുറമാണ്. അതേ ബുർദയിൽ പറഞ്ഞു, ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ദുനിയാവും ആഖിറവും അത് അങ്ങയുടെ ധർമ്മമാണ്, അങ്ങയുടെ കൊടുതിയാണ്. വമിൻ ഉലൂമിക, അങ്ങയുടെ ഇൽമിൽ നിന്ന് അല്പം മാത്രമാണ്. എന്ത്? ഇൽമൽ ലൗഹി വൽ ഖലമി, ലൗഹിൻ്റെയും കലമിൻ്റെയും ഇൽമ് അങ്ങയുടെ ഇൽമിൻ്റെ ഒരല്പം മാത്രമാണ്. അതിനേക്കാലപ്പുറത്ത് ഇൽമ കൊണ്ട് നിറഞ്ഞ നേതാവാണ്. വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ. അങ്ങയ്ക്കറിയാത്തതെല്ലാം അല്ലാഹു പഠിപ്പിച്ചു തന്നു. അങ്ങനെ അറിവിൻ്റെ വിഷയത്തിൽ നിറഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തേക്ക് വിശദീകരിച്ചു കൊടുക്കാൻ ഇവിടെ പണ്ഡിതന്മാരുണ്ടാകും. വറഫഅനാ ലക ദിക്റക് വൽ വആലു യുബല്ലിഗൂന വഅലക്. അങ്ങ് പറഞ്ഞ വഅലാണ് ലോകത്തിലേക്ക് ജനങ്ങളിലേക്ക് ആലിമീങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെപ്പോലെ 1 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെ പ്രസംഗിച്ചത് ചരിത്രത്തിൽ നമുക്കറിയില്ല. ചെറിയ പ്രസംഗങ്ങൾ മാത്രമാണ്. 10 മിനിറ്റ് സംസാരിക്കും, അതുപോലെ 5 മിനിറ്റ് സംസാരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി ഹദീസുകൾ പറയുന്നത് ഖലീലൽ കലാം കസീറസ് സുംത്, കുറച്ച് സംസാരിക്കുന്ന ആളായിരുന്നു. അതേ സമയത്ത് ധാരാളം നേരം മിണ്ടാതിരിക്കുന്ന, അള്ളാഹുവിനെ പറ്റി ചിന്തിക്കുന്ന ആളായിരുന്നു മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവ് 23 വർഷം കൊണ്ട് ലോകത്ത് പഠിപ്പിച്ച ഹദീസുകൾ ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിനപ്പുറമാണ്. അതെല്ലാം അവസാനം വരെ എത്തിച്ചു കൊടുക്കാൻ ഇവിടെ പണ്ഡിതന്മാരുണ്ടാകും. ബലിൽ ഉലമാഉ വസ്സലാത്തീനു യസിലൂന ഇലാ ഖിദ്മതിക്. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, സുൽത്താൻമാർ, ഖലീഫമാർ അങ്ങയുടെ ഖിദ്മത്തിലേക്ക് അവർ എത്തിക്കൊണ്ടേയിരിക്കും. പരിശുദ്ധ മദീനയിലേക്ക് ഏത് സമയത്തും അവർ വന്നുകൊണ്ടേയിരിക്കും. വയുസല്ലിമൂന മിൻ വറാഇൽ ബാബി അലൈക്. അവിടെ വന്ന് പരിശുദ്ധമായ ഹുജ്റത്തു ഷരീഫയുടെ സമീപത്ത് നിന്ന് അങ്ങയ്ക്ക് അസ്സലാമു അലൈക്കും എന്ന് എല്ലാ സമയത്തും അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. 1400 ചില്ലാറ വർഷമായി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ പരിശുദ്ധമായ മദീനയിൽ പോയി സലാം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇന്നും അത് നിരന്തരമായ ആ ഒഴുക്ക് തുടരുകയാണ്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, വയംസഹൂന വുജൂഹഹും ബിതുറാബി റൗളതിക്. അങ്ങയുടെ റൗളയുടെ മണ്ണുകൊണ്ട് അവരുടെ മുഖത്തെ ഇങ്ങനെ അവർ സ്പർശിക്കും. ആ മണ്ണിനെ അവരെ മണ്ണുകൊണ്ട്, മുഖം കൊണ്ട് അവർ പരിശുദ്ധമായ റൗളയെ തടകും. അതുപോലെ വയർജൂന, അങ്ങയുടെ ശഫാഅത്തിനെ അവർ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവസാനമായി റാസിമാമിന് പറയാനുള്ളത് വറഫഅനാ ലക ദിക്റക് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഫശറഫുക ബാഖിൻ ഇലാ യൗമിൽ ഖിയാമ. അന്ത്യനാൾ വരെ അങ്ങയുടെ മഹത്വം അതിവിടെ ബാക്കിയാണ്, നിരന്തരമാണ്. ആരെന്ത് സംസാരിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി പറയാൻ പാടില്ല എന്ന് പറഞ്ഞാലും അന്ത്യനാൾ വരെ ഈ പ്രവാഹത്തെ, ഈ ഒഴുക്കിനെ നിർത്താൻ ഒരാൾക്കും കഴിയില്ല എന്നത് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ വറഫഅനാ ലക ദിക്റക്. അങ്ങയുടെ മഹത്വത്തെ നാം നിരന്തരമായി ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. 1500-ാമത്തെ ജന്മദിനമാണ് നാം ആചരിക്കാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. ഇത് യഥാർത്ഥത്തിൽ ഒരു നിർണായകമായ വർഷമാണ്. കാരണം നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം സ്മരിച്ചുകൊണ്ടേയിരിക്കുന്നു, പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ അവകാശപ്പെടാൻ ലോകത്തൊരു നേതാവിനും കഴിയില്ല, സാധ്യമല്ല. ചിലപ്പോൾ 50 വർഷത്തിന് മുമ്പ് മരിച്ചുപോയ നേതാവാണെങ്കിൽ അവനെ ഞാൻ എത്ര സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഇന്നത്തെ അനുയായിക്ക് ആ നേതാവിനെ പറ്റി വിശദമായി പറയാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി ഒന്ന് നിങ്ങൾ പഠിച്ചു നോക്കൂ. ആ നേതാവിനൊരു ചിത്രം കാണിക്കാൻ കഴിയില്ല, ഒരു ഫോട്ടോ കാണിക്കാൻ കഴിയില്ല. പക്ഷേ കോടിക്കണക്കിന് ജനങ്ങളെ മനസ്സിൽ ജീവിക്കുന്ന നേതാവാണ് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹിക്കേണ്ടത് ആ നേതാവിനെ മാത്രമാണ്. അതല്ലാത്ത ഒരാളെ സ്നേഹിക്കാൻ പോയാൽ അവനിക്ക് തെറ്റ് സംഭവിച്ചു, അവൻ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. നാം ഇന്ന് ഭാര്യയെ സ്നേഹിക്കുന്ന തരക്കിൽ, മക്കളെ സ്നേഹിക്കുന്ന തരക്കിൽ ഹദീസ് നാം പറയും, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മദ്രസയിൽ തന്നെ നാം കേട്ട ഹദീസാണ്. നിരന്തരമായി നാം കേൾക്കും, എഴുതും, പ്രസംഗിക്കും. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാൾ സത്യവിശ്വാസത്തിൻ്റെ മാധുര്യം എത്തിക്കണമെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആളായി തീരണം എന്ന് നാം നിരന്തരമായി പറയും. ഈ ഹദീത്ത് പറയുമ്പോഴും നമ്മോട് നാം ചോദിക്കുക, അങ്ങനെ ഒരു സ്നേഹം എനിക്കുണ്ടായിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അത്ര വേണ്ട അതിൻ്റെ സമീപത്തേക്കെങ്കിലും നമ്മൾ എത്തിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് നമുക്കറിയണമെങ്കിൽ ഈ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച സ്വഹാബികളെപ്പറ്റി നാം പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ ഒരു അല്പ അടുത്ത് പോലും നാം എത്തിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് അങ്ങേയറ്റം നാം സ്നേഹിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ, ലോകത്തിലും നാളെ ആഖിറത്തിലും നമ്മെ കൈപിടിക്കുന്ന നേതാവ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അല്ലാത്ത ഭൗതികമായ ഏത് സ്നേഹങ്ങളും അസ്തമിച്ചു പോവും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ അടുത്ത് ഒരു വീട്ടിലേക്ക് ഞങ്ങൾ പോയി. ആ സമയത്ത് ആ വീട്ടുകാരൻ രോഗിയാണ്. വീട്ടിലെ ഭാര്യ, പെണ്ണുങ്ങൾ പറഞ്ഞു ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണം.
എന്തിനായിരിക്കും ദുആ ചെയ്യുക? ആഫിയത്തിന് വേണ്ടി ഞങ്ങൾ വിചാരിച്ചു. അല്ല, ആ പെണ്ണുങ്ങൾ പറഞ്ഞത് ഒന്ന് മരിച്ചു കിട്ടാൻ ദുആ ചെയ്യണം. പിന്നെ പറഞ്ഞു ഈമാനോടെ മരിച്ചു കിട്ടണമെന്ന്, അത് വേറെ വിഷയം. പിന്നെ ഞങ്ങളെല്ലാവരും ഈമാനോടുകൂടെ മരിക്കാൻ ദുആ ചെയ്യണോ, അത് മൂന്നാമത്തെ വിഷയം. അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരല്പം അസുഖം വരുമ്പോൾ ജീവൻ പോലെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിരുന്ന ആ ഭർത്താവ് മരിച്ചു കിട്ടണമെന്നാണ് ഭാര്യ ആഗ്രഹിക്കുന്നത്. ഭാര്യ മാത്രമല്ല, ഭർത്താവും അങ്ങനെയാണ്. ഭാര്യയ്ക്കൊരു ചെറിയ രോഗം വന്നാൽ പിന്നെ ഇതിന് കൂടുതൽ കാലം കൊണ്ട് നടക്കണ്ട, മരിച്ചു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ ചിലപ്പോൾ ഉണ്ടാകും. ഇത് ദുനിയാവിൻ്റെ മൊത്തം അവസ്ഥ ഇങ്ങനെയാണ്. ഈ സ്നേഹം ഇത്ര മാത്രമാണ്. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മരിക്കുമ്പോഴും അതിനുശേഷവും നമ്മെ കൈപ്പിടിക്കുന്ന രണ്ട് സ്നേഹങ്ങൾ മഹബ്ബത്തുല്ലാഹി വ മഹബ്ബത്തു റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് രണ്ട് മാത്രമാണ്. ഈമാനിൻ്റെ മാധുര്യം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? ഞങ്ങൾ പല ഭക്ഷണത്തിൻ്റെ മാധുര്യം അനുഭവിച്ചവരാണ്. ബിരിയാണിയുടെ മാധുര്യം ഞങ്ങൾ അനുഭവിച്ചു. അതുപോലെ ലോകത്ത് എന്തെല്ലാം ഫാസ്റ്റ് ഫുഡുകൾ ഇറങ്ങുന്നു അതിൻ്റെ മാധുര്യങ്ങളെല്ലാം ഞങ്ങൾ അനുഭവിക്കും. ചിലർ പറയും എന്തെല്ലാം പുതുതായി ഇറങ്ങുന്നുണ്ടോ അതിനെ ഒരിക്കലെങ്കിലും ഞങ്ങളെ പരക്കാർ കൊണ്ടുപോയി അതിൻ്റെ ടേസ്റ്റ് അവർക്ക് അനുഭവിപ്പിക്കണം. അത് ഞങ്ങളുടെ ഒരു ഇഷ്ടമാണ്. അതേ സമയത്ത് ഈമാനിനും ഒരു മാധുര്യമുണ്ട്, അതിന് രസമുണ്ട്. ആ രസം ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ സംഘടനാ പ്രവർത്തകരാണ്, ഞങ്ങൾ ആലിമീങ്ങളെന്ന് പറയുന്ന ആളുകളാണ്, മുതഅല്ലിമീങ്ങളാണ്, എല്ലാമാണ്. പക്ഷേ ഹലാവത്തുൽ ഈമാനിൻ്റെ മാധുര്യം ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിനും മാധുര്യമുണ്ട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സലാസും മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. 3 കാര്യം ഒരാളിലുണ്ടായാൽ ഈമാനിൻ്റെ മധുരം അവനിക്ക് അനുഭവിക്കാൻ കഴിയും. അതിലൊന്നാമത്തത് അൻ യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ലോകത്തെല്ലാറ്റിനേക്കാളും അള്ളാഹുവിനോടും അവൻ്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും അങ്ങേയറ്റത്തെ സ്നേഹം എപ്പോഴാണോ എനിക്ക് വരുന്നത്, ആ സമയത്ത് മാത്രമേ ഹലാവത്തുൽ ഈമാനിൻ്റെ ടേസ്റ്റ് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സ്വഹാബത്തിൽ നമുക്കിതിന് മാതൃകയുണ്ട്. ഒരു വ്യക്തിയെപ്പറ്റി ഇരുന്നവർ പഠിച്ചു. ഇങ്ങനൊരു നേതാവിനെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ എവിടെയും കഴിയില്ല. ഒരു നേതാവിൻ്റെ ജീവിതം ഇരുന്നവർ പഠിച്ചു. ആ നേതാവിൻ്റെ ചലന നിശ്ചലനങ്ങൾ നമുക്കവർ പറഞ്ഞു തന്നു. സഞ്ചാരം എങ്ങനെയാണ്, ഉറക്കം എങ്ങനെയാണ്, നടത്തം എങ്ങനെയാണ്, കിടത്തം എങ്ങനെയാണ്, ആ നേതാവ് ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ്, ആ നേതാവ് വെള്ളം കുടിക്കുന്നത് എങ്ങനെയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാർ, ആ നേതാവിൻ്റെ ഖാദിമീങ്ങൾ ആരാണ്, A to Z എല്ലാം പറഞ്ഞു തന്നു. ഏതുവരെ? ഈ അടുത്ത് ഞാനൊരു കിതാബ് ഉണ്ട്, അതിൻ്റെ പേര് ഫത്ഹുൽ മുതആൽ ഫി മദ്ഹിൻ നിആൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെരുപ്പിനെപ്പറ്റി മാത്രം പറയാൻ കിതാബാണ്. കാലിനെപ്പറ്റിയല്ല, കാലിൻ്റെ അടിയിൽ ധരിക്കുന്ന ചെരുപ്പിനെപ്പറ്റി പറയാൻ കിതാബാണ്. ആ ചെരുപ്പിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് സ്വഹാബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് 500-ലേറെ പേജാണ്. വെറും ചെരുപ്പിനെ പറ്റി മാത്രം ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാൻ കിതാബുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം വീട്ടിലെങ്ങനെയാണ്, അതിനെപ്പറ്റി 100 കണക്കിൽ കിതാബാണ്. വേണ്ട, ഈ അടുത്ത് പിന്നൊരു കിതാബ് ഞാൻ പരിചയപ്പെട്ടു. അതിൻ്റെ പേര് മുഅ്ജമു മാ ഉല്ലിഫ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി മാത്രം രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അതിൽ 400-ലേറെ പേജുകളുണ്ട്. ആ കിതാബ് എഴുതി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുസന്നിഫ് രചയിതാവു അദ്ദേഹം പറയുന്നു, ഞാൻ തോറ്റു. കാരണം ഞാൻ എത്ര എഴുതിയാലും പിന്നെയും എനിക്ക് പുതിയ പേരുകൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ലോകത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി മാത്രം എഴുതിയ ഗ്രന്ഥങ്ങൾ ഒരു സ്ഥലത്ത് നിങ്ങൾ ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ലൈബ്രറി അത് മാത്രമായിരിക്കും. ഇത് ലോകം സമ്മതിച്ചതാണ്. അതുകൊണ്ട് നാം പഠിക്കുക, പിന്നെയും പഠിക്കുക, നിരന്തരമായി പഠിക്കുക. ആ നേതാവിനെ പറ്റി ഒരു പുസ്തകമെങ്കിലും വായിക്കുക. ഈ അടുത്തൊരു സ്വാമി, ആത്മാനന്ദ സ്വാമി, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ട. അയാൾ പറയുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ നേതാവിനെ പറ്റി വായിച്ചിട്ടുണ്ട് എന്ന് ആലിമീങ്ങളും സയ്യിദന്മാരും വലിയ ആളുകളുള്ള സദസ്സിൽ അദ്ദേഹം പറയുകയാണ്. ഞാനൊരു പക്ഷേ ഉറപ്പിച്ച് പറയുന്നു, ഇവിടെയുള്ള എല്ലാവരും വായിച്ചതിനേക്കാൾ മുഹമ്മദ് നബിയെപ്പറ്റി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ വായിച്ചിട്ടുണ്ടോ. ബസ്സിൽ പോകുന്ന പൈസ എടുത്തു വെച്ച്, കാറിൽ പോകുന്ന പൈസ എടുത്തു വെച്ച് നടന്നുപോയി ആ പൈസ
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റിയുള്ള പുസ്തകം വാങ്ങാൻ ഞാൻ ചെലവഴിച്ചു എന്ന് ഒരു അമുസ്ലിമായ സ്വാമീജി പറയുമ്പോൾ, മോമിൻ മുസ്ലിം എന്ന് അവകാശപ്പെടുന്ന ഞാൻ എൻ്റെ ഹബീബിനെ പറ്റി എന്ത് പഠിച്ചു? സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് തീരാത്തതാണ്. അൽ മുതനാഫിസൂന ഫീ മഹബ്ബത്തിർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന 3 വാള്യമുള്ളൊരു ഗ്രന്ഥം. അതിൽ ഓരോ ഗ്രന്ഥത്തിൽ 500-ലേറെ പേജുണ്ട്. അതിൽ സംസാരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്തിന് വേണ്ടി മത്സരിച്ച സ്വഹാബികളെ പറ്റിയാണ് അതിൽ പറയുന്നത്. എൻ്റെ ആയുസ് മുഴുവൻ നോക്കിയാലും പറഞ്ഞാലും തീരാത്തതാണ്. കുറച്ച് സ്വഹാബത്തിനെ പറ്റി മാത്രമാണ്. പിന്നെയും സ്വഹാബത്ത് എവിടെ നിൽക്കുന്നു? 1,00,000 ചില്ലാറെ സ്വഹാബത്തുണ്ട്. അവർക്കെല്ലാം എന്തെല്ലാം കഥകൾ പറയാനുണ്ടാകും. അപ്പം ഞാൻ പറഞ്ഞത്, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി എല്ലാം സ്വഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇങ്ങനെ സ്വഹാബത്ത് ഒരാളെപ്പറ്റി പഠിക്കണമെങ്കിൽ അതിൻ്റെ പ്രേരക ശക്തി എന്തായിരിക്കും? പൈസ കൊടുത്തിട്ടാണോ? നിങ്ങൾക്ക് ഇത്ര പൈസ തരാം, എന്നെപ്പറ്റി നിങ്ങൾ എഴുതണം, അങ്ങനെയല്ല. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ആധുനിക നേതാക്കന്മാർ അങ്ങനെ ആയിരിക്കും. അവൻ്റെ ഒരു ഫ്ലെക്സ് ഇടണമെങ്കിൽ പൈസ കൊടുക്കണം. 5 വർഷം അവൻ ഭരണത്തിൽ വരുമ്പോൾ മാത്രമാണ് അവനോട് സ്നേഹം. അത് കഴിഞ്ഞാൽ അടുത്ത പ്രസിഡന്റ് ആരാണ്, അല്ലെങ്കിൽ അടുത്ത CM ആരാണ്, അവൻ്റെ കൂടെ ഞാൻ പോകും. ഈ സ്നേഹം ഒരിക്കലും ആത്മാർത്ഥമായിട്ടല്ല. ഒരു നേതാവ് വരുമ്പോൾ ചിലപ്പോൾ എഴുന്നേറ്റ് നിൽക്കും. അത് കൽബിൽ നിന്ന് വന്നതാണോ? കൽബിൽ നിന്നൊന്നും അല്ല, വെറുതെ എഴുന്നേറ്റ് നിന്നതാണ്. ഈ സ്നേഹങ്ങളെല്ലാം അത്രമാത്രമാണ്. ഇതിന് വാല്യൂ ഇല്ല. എൻ്റെ മുകളിലുള്ളൊരു നേതാവ്, ആ നേതാവിനോട് വലിയ സ്നേഹം ഞാൻ ചിലപ്പോൾ പ്രകടിപ്പിക്കും. എന്തിനു വേണ്ടി? അതെൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണ്. അവൻ ചത്തുപോകണമെന്നായിരിക്കും എൻ്റെ മനസ്സിലുള്ളത്. കാരണം അവൻ അവിടെ നിന്ന് നീങ്ങിയാലേ എനിക്ക് ആ പോസ്റ്റ് കിട്ടും. ഒരാളൊരു ഉദാഹരണം പറഞ്ഞു, ആധുനിക ഭൗതികമായ സ്നേഹങ്ങൾ മുഴുവൻ ഇങ്ങനെയാണ്. ഭൗതികമായ സ്നേഹങ്ങൾ മുഴുവൻ ഇങ്ങനെയാണ്. ഒരു പെണ്ണും ആണും ഭയങ്കരമായി പ്രേമിച്ചു. എന്താണ് ഈ പ്രേമം? എന്താണ് ഈ സ്നേഹം? പലരും പ്രസംഗിക്കുമ്പോൾ ചോദിക്കും, ഇതെങ്ങനെ മനസ്സിലാകുന്നില്ല, എങ്ങനെ സ്നേഹിക്കും? നമുക്ക് സ്നേഹം ഉണ്ടല്ലേ, ഭയങ്കര സ്നേഹമുണ്ട്. മീലാദിന് ജാതവും, മീലാദിന് ഭക്ഷണം കൊടുക്കും, അതുപോലെ മൗലിദോതും. സ്നേഹമായോ? ഞങ്ങൾ സ്നേഹത്തിന് പറഞ്ഞ ഡെഫിനിഷൻ അത് മാത്രമാണ്. ഈ സ്നേഹം തിരിയണമെങ്കിൽ ഭൗതികമായ ലോകത്ത് നടക്കുന്ന സ്നേഹങ്ങളൊന്ന് നിങ്ങൾ നോക്കൂ. ബസ്സിൽ സഞ്ചരിക്കാൻ കഴിയില്ല, ട്രെയിനിൽ സഞ്ചരിക്കാൻ കഴിയില്ല, എവിടെ പാർക്കിൽ പോകാൻ കഴിയില്ല. സ്നേഹങ്ങൾ, പ്രേമങ്ങൾ മൂത്ത ഭ്രാന്തന്മാരാണ്. ആ സ്നേഹത്തെ നിങ്ങൾ ഇങ്ങോട്ട് മാറ്റിവെക്കൂ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക്. അങ്ങനത്തെ സ്നേഹം ആത്മീയമായി ഈ നേതാവിനോട് ഞങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? സ്വഹാബത്തിൻ്റെ സ്നേഹം അതാണ്. സയ്യിദുനാ സൗബാൻ റളിയല്ലാഹു അൻഹു മെലിഞ്ഞു ഒട്ടിപ്പോയി ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബിക മറലുൻ യാ സൗബാൻ, സൗബാൻ നിങ്ങൾക്ക് രോഗമുണ്ടോ? നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരേ രോഗമാണ്, ദനിഫ്, ഞാൻ പ്രേമരോഗിയാണ്. അങ്ങയിൽ ഞാൻ പ്രേമിച്ചു, അങ്ങയുടെ പ്രേമം കൊണ്ട് എനിക്ക് രോഗം വന്നു. ഇതാണ് സൗബാൻ റളിയല്ലാഹു അൻഹുവിന് പറയാനുള്ളത്. സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുന്ന ഷഹീദുൽ മഹബ്ബ, മഹബ്ബത്തിൻ്റെ ഷഹീദാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം ഈ ലോകത്തെനിക്ക് ജീവിക്കണമെന്നില്ല. ആ മഹാൻ ക്ഷയിച്ചുപോയി 2 വർഷമാകുമ്പോൾ വഫാത്തായിപ്പോയി. ഷഹീദാണ്, ഷഹീദുൽ മഹബ്ബ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഭൗതികമായ ഇന്ന് കാണുന്ന പ്രേമങ്ങളെ ആത്മീയമായ വഴിയിലേക്ക് നാം മനസ്സിലാക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹവും പ്രേമവും. സയ്യിദുനാ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഷാഇറാണ്. ആ നേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി പറഞ്ഞ ബൈത്തുകൾ എത്രയാണ്! വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോൾ പറഞ്ഞു, നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ജനിക്കേണ്ടതില്ലായിരുന്നു മദീനയിൽ, ഞാൻ ജനിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇനി ജനിക്കുകയാണെങ്കിൽ തന്നെ അങ്ങയ്ക്ക് മുമ്പ് ഞാൻ മരിക്കേണ്ടിയിരുന്നു. അങ്ങ് ദഫൻ ചെയ്യപ്പെടുന്ന മണ്ണ്, ആ മണ്ണിൽ ഞാൻ അലിഞ്ഞു ചേരേണ്ടിയിരുന്നു. അല്ലെങ്കിൽ ഈ ജീവിതത്തിന് എന്തർത്ഥമാണ് എന്ന് സയ്യിദുനാ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞ മഹബ്ബത്തിൻ്റെ ചില ചിത്രങ്ങൾ മാത്രമാണ്. സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോൾ, ഇനി എനിക്ക് മദീനയിൽ നിൽക്കാൻ കഴിയില്ല. ഇതും സ്നേഹത്തിൻ്റെ ഒരു മുഖമാണ്. ചിലർക്ക് സ്നേഹം കൊണ്ട് മദീനയിലേക്ക് എത്തണം, ചിലർക്ക് സ്നേഹം കൊണ്ട് മദീന ഒഴിവാക്കണം. എൻ്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഞ്ചരിച്ച അവിടുത്തെ ഓർമ്മകൾ സമ്മാനിക്കുന്ന
പരിശുദ്ധ മദീനയിൽ ഇനി മുതൽ എനിക്ക് നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണ് എന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചരിത്രം പറയുന്നു. വഫാത്തായി 2 ദിവസം അവിടെ ബാങ്ക് വിളിച്ചു ബിലാൽ റളിയല്ലാഹു അൻഹു. മദീനയുടെ പള്ളി മൊത്തം പൊട്ടിക്കറിഞ്ഞു എന്നാണ് ചരിത്രം. അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മഹബത്താണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഞാൻ മദീനയിൽ നിന്ന് പോവുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പോകാൻ പാടില്ല, നിങ്ങൾ മദീനയിൽ തന്നെ വേണം. ആ സമയത്ത് ബിലാൽ തങ്ങൾ, എന്നെ നിങ്ങൾ അടിമമോചനം നടത്തിയത് നിങ്ങളാണ്, പൈസ കൊടുത്ത്, അത് അള്ളാഹുവിന് വേണ്ടിയാണ് എങ്കിൽ നിങ്ങൾ എന്നോട് ഇവിടെ നിൽക്കാൻ പറയാൻ പാടില്ല. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഞാൻ മോചിപ്പിച്ചത് അള്ളാഹുവിന് വേണ്ടിയാണ് എങ്കിൽ ഞാനിതാ പോവുകയാണ്. നേരെ ബിലാൽ തങ്ങൾ ഷാമിലേക്ക് യാത്ര തിരിക്കുകയാണ്. എന്തേ? ലിമഹബ്ബത്തിഹി റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ആയിരക്കണക്കിന് സംഭവങ്ങൾ നമുക്ക് പറയാൻ കഴിയും. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന വഴി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ കൂടിയ ഖസ്വാ എന്നൊരു ഒട്ടകമുണ്ട്. ആ ഖസ്വാ 10 വർഷം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ കൂടാൻ ഭാഗ്യം കിട്ടിയ ലോക ചരിത്രത്തിൽ അതുല്യമായ പർവ്വതമാണ്, അതുല്യമായ ഒട്ടകമാണ്. സഹോദരന്മാരെ, അൽ ഹുബ്ബുൽ മുതബാദൽ എന്നൊരു ഗ്രന്ഥമുണ്ട്. മുതബാദൽ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അങ്ങോട്ട് സ്നേഹം കൊടുത്താൽ അവിടുന്ന് ഇങ്ങോട്ട് സ്നേഹം കിട്ടും, പകരം കിട്ടും. അവിടെ മദീനയുടെ പർവ്വതങ്ങളെപ്പറ്റി സംസാരിക്കുന്നു, മദീനയുടെ പക്ഷികളെപ്പറ്റി സംസാരിക്കുന്നു, മദീനയുടെ ജീവികളെപ്പറ്റി സംസാരിക്കുന്നു. ഇവിടെ മഹബത്ത് വാദിക്കുന്ന ഞാൻ നാളെ ഖസ്വായിൻ്റെ മുമ്പിൽ പെട്ടാൽ ചിലപ്പോൾ ഖസ്വായിൻ്റെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ കഴിയില്ല. കാരണം ഖസ്വായിൻ്റെ മഹബത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിലേക്ക് എത്തിച്ച ഖസ്വാ, പിന്നെ ജീവിതത്തിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിൻ്റെ പല മേഖലയിലും ഖസ്വാ ആണ് യാത്രക്ക് ഉപയോഗിച്ചത്. ബദറിലേക്ക് പോകുമ്പോൾ, അതുപോലെ മക്കം ഫത്ഹിൻ്റെ സമയത്ത്, അങ്ങനെ വലിയ വലിയ യാത്രകളിലെല്ലാം ഖസ്വാ ആണ് വാഹനം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോൾ മദീനയെപ്പറ്റി നമുക്കറിയാം. ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. ആ സ്നേഹം കൊണ്ട് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ, വഫാത്ത് ഉൾക്കൊള്ളാൻ കഴിയാതെ മരിച്ചുപോയ ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലായിരുന്നു. മകൻ വന്ന് പറഞ്ഞു, തൂഫിയ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് പറഞ്ഞപ്പോൾ അവിടെ തന്നെ അല്ലാഹുമ്മ അഅ്മി ബസരി, അല്ലാഹുവേ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച എടുക്കണമെന്ന് ആ സ്പോട്ടിൽ ദുആ ചെയ്തു സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. ഞങ്ങൾ ചിലപ്പോൾ മസ്സല ചോദിക്കും, മസ്സല പറയും, അങ്ങനെ കണ്ണിൻ്റെ കാഴ്ച പോകാൻ ദുആ ചെയ്യാൻ പാടുണ്ടോ? അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. ഇത് സ്നേഹമാണ്, മഹബത്താണ്. മഹബത്തിന് പ്രമാണം കൊണ്ട് അളക്കാൻ കഴിയില്ല. അല്ലാഹുമ്മ അഅ്മി ബസരി, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കഴിയാത്ത ഈ കണ്ണിൻ്റെ ആവശ്യം എനിക്കില്ല, അതുകൊണ്ട് കണ്ണിൻ്റെ കാഴ്ച എടുക്കണം. അദ്ദേഹം കുരുടനായിപ്പോയി. പല സ്വഹാബത്ത് മരണപ്പെട്ടു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനെ പറ്റി നമുക്കറിയാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി എന്ന് പറഞ്ഞാൽ അവനെ ഞാനിപ്പോൾ കൊന്നുകളയുമെന്ന് പ്രഖ്യാപിച്ച സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിക്കാൻ പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരേണ്ടി വന്നു പറഞ്ഞു, അലാ റിസ്ലിക യാ ഉമർ, ഉമർ അവിടെ ഇരിക്കണം. ഇരിക്കുന്നില്ല. എന്ന് ആ ഉമർ തങ്ങൾക്ക് അവിടെ മനസ്സിലാകുന്നില്ല. അവസാനം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകൊണ്ട് മനസ്സിലായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ചരിത്രം പറയുന്നു, ഉമർ റളിയല്ലാഹു അൻഹു താഴെ വീണു. എന്നിട്ട് ആ മഹാനവറുകൾ പറഞ്ഞു അത്രേ, എനിക്കൊരു ചെറിയ സ്ഥലം വേണം, ആരും കാണാത്തൊരു സ്ഥലം വേണം, ആരുമില്ലാത്ത സ്ഥലത്ത് പോയി എനിക്കൊന്ന് കരയണം. എൻ്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്തിന് ഞാൻ എങ്ങനെ ഉൾക്കൊള്ളും? ഇതെന്താണ് സഹോദരന്മാരെ? ഇന്നഹുൽ ഹുബ്ബുൽ മുതനാഹി, അങ്ങേയറ്റത്തെ പ്രേമമാണ്, അങ്ങേയറ്റത്തെ സ്നേഹമാണ്. ഈ മഹബത്ത് കൊണ്ട് വിജയിച്ചവർ ആണ് സ്വഹാബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് യഥാർത്ഥത്തിലുള്ള മഹബത്ത്, അങ്ങേയറ്റത്തെ മഹബത്ത്. ഇങ്ങനെ ഒരു നേതാവിനെ സ്നേഹിക്കാൻ ആർക്ക് കഴിയും? സ്വഹാബത്ത് ആ നേതാവിൻ്റെ മുമ്പിൽ പോയി ഇരുന്ന് അവിടുത്തെ താടിയിലും തലയിലുമുള്ള രോമത്തെപ്പറ്റി കണക്കാക്കാൻ തുടങ്ങി. ഇങ്ങനൊരു നേതാവിന് അവകാശപ്പെടാനുണ്ടാകുമോ? മാത്രവുമല്ല, അവർ എണ്ണിപ്പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ താടിയിലും തലയിലും നരച്ച മുടികൾ എത്രയാണ്? 14 എന്ന് പറഞ്ഞവരുണ്ട്, 17 എന്ന് പറഞ്ഞവരുണ്ട്, 18 എന്ന് പറഞ്ഞവരുണ്ട്. സയ്യിദുനാ ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു സാക്ഷ്യപ്പെടുത്തുന്നു,
ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹ് ഉദ്ധരിക്കുന്നു, വലൈസ ഫീ റഅസിഹി വലിഹിയതിഹി 20 ശഅറതൻ ബൈളാ. അവിടുത്തെ തലയിലും താടിയിലും നരച്ച മുടികൾ 20 കവിഞ്ഞിട്ടില്ല, അതിനേക്കാൾ താഴെയാണ്. ഒരു നേതാവിൻ്റെ ശരീരത്തിൽ നരച്ച മുടികൾ എത്രയെന്ന് അനുയായികൾ കണക്കാക്കണമെങ്കിൽ അവരെ ഖൽബിലുള്ള മഹബ്ബത്ത് എന്തായിരിക്കും? ഞങ്ങൾക്കത് വർണ്ണിക്കാൻ കഴിയില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്തിൽ ലയിച്ച സ്വഹാബത്ത്. ഇന്നത്തെ സ്നേഹങ്ങൾ അല്ലെങ്കിൽ അതിനുശേഷം വന്ന ഏത് നേതാക്കന്മാരെ നാം എടുത്തു നോക്കിയാലും അത് ചെറിയ ഒരു താൽക്കാലിക സ്നേഹങ്ങൾ മാത്രമായിരിക്കും. ഒരാൾ ഒരു ഉദാഹരണം പറഞ്ഞു. അയാൾക്ക് തഹസീൽദാറിനോട് വലിയ സ്നേഹമാണ്, തഹസീൽദാറിനോട് വലിയ സ്നേഹം, അല്ലെങ്കിൽ ഏതോ ഒരാൾ, ഒരു രാഷ്ട്രീയക്കാരൻ, വേറെ ഒരു നേതാവ് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഇയാൾ എപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കും. ദുനിയാവിൻ്റെ സ്നേഹത്തിൻ്റെ ഉദാഹരണം അങ്ങനെയാണ്. സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ എപ്പോൾ അയാൾ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും, അയാൾ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഡോർ തുറന്നു കൊടുക്കും, ഇങ്ങനെ ഭയങ്കര സ്നേഹമാണ്. വെള്ളം കൊണ്ടുപോയി കൊടുക്കും, ഇങ്ങനെ ഭയങ്കര സ്നേഹം. അങ്ങനെ ഈ സ്നേഹം എന്തിനാണ് എന്ന് പിന്നീട് മനസ്സിലാകും. അങ്ങനെ ഒരു ദിവസം വിഷയം കിട്ടി, അദ്ദേഹത്തിൻ്റെ ഉമ്മ മരിച്ചു എന്ന വിഷയം കിട്ടിയപ്പോൾ ഇയാൾക്ക് ഭയങ്കര വിഷമമായി. വിഷമം പ്രകടിപ്പിച്ചു അയാൾ. എൻ്റെ നേതാവിൻ്റെ ഉമ്മ മരിച്ചു, അത് ഉമ്മക്കറിയണം, ഇയാൾക്കറിയണം. അങ്ങനെ ആ വീട്ടിലേക്ക് പോയി അയാൾ, തഹസീൽദാറിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ സുബ്ഹാനല്ലാഹ് കുറേ ആളുകളുണ്ട്. അവിടുത്തെ ആളുകൾ പറഞ്ഞു, ഉമ്മ മരിച്ചതല്ല, അയാൾ തന്നെ മരിച്ചത്. അപ്പം ഇയാൾ പറഞ്ഞു, അയാൾ എപ്പോൾ മരിക്കേണ്ട ആൾ തന്നെ, ഇപ്പമല്ല മരിക്കണ്ടേന്ന്. അയാൾ പണ്ടെന്നോ മരിച്ചു പോകേണ്ട ആളാണ്, ഇപ്പം മരിക്കേണ്ട ആളെന്തോ അല്ല. ഇവിടുന്ന് മനസ്സിലാക്കിയാൽ മതി. 5 വർഷം ഭരിക്കുന്ന CM-നോട് എന്ത് സ്നേഹമാണ്. അതേ സമയത്ത് അവൻ്റെ അധികാരം പോയാൽ CM വേണ്ട ഒരു MLA അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർ അവനോട് ഭയങ്കര സ്നേഹമാണ്. അവൻ്റെ അധികാരം പോയാൽ അടുത്ത് വേറെ ഒരാളെ നോക്കിയിട്ട് പോവും. ഭൗതികമായ സ്നേഹങ്ങളെല്ലാം ഇത്രയാണ്. ഈ സ്നേഹത്തിന് വാല്യൂ ഇല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നേതാവിൻ്റെ കഫം സ്വഹാബത്തിന് ആവശ്യമായിരുന്നു. ആ നേതാവ് ഉളു എടുത്ത് ബാക്കിയുള്ള വെള്ളത്തിന് വേണ്ടി കാദു യഖ്തതിലൂന അലാ വളുഇഹി, അവിടുത്തെ ഉളുഇൻ്റെ വെള്ളത്തിന് വേണ്ടി സ്വഹാബത്ത് മത്സരിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് അന്ന് അമുസ്ലിമായിരുന്ന ഉർവത്ത് ഇബ്നു മസ്ഊദാണ്. പിന്നെ അയാൾ മുസ്ലിമാണ് റളിയല്ലാഹു അൻഹു. സഹോദരന്മാരെ, ഇങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വാധീനവും മഹബത്തും മഹത്വവും അവർണ്ണനീയമാണ്. ഇബ്നു സീനയുടെ ഒരു സംഭവം ഞാൻ വായിച്ചു. ഇബ്നു സീന എല്ലാത്തിലും വലിയ പണ്ഡിതനാണ്, വലിയ ആളാണ്. ഇബ്നു സീന 1037 AD 1037 അയാൾ മരിക്കുന്നത്. ഫിലോസഫിയിലും വൈദ്യശാസ്ത്രത്തിലും വലിയ മികവ് തെളിയിച്ച ആളാണ്. അൽ ഖാനൂനു ഫി തിബ്ബ് എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെപ്പറ്റി അറിയാത്തവരുണ്ടാകില്ല. ഇബ്നു സീന അന്നും അറിയപ്പെട്ട ആളാണ്, ഇന്നും നമുക്ക് അദ്ദേഹത്തെപ്പറ്റി അറിയാം. ആ ഇബ്നു സീനക്ക് ഒരു ഖാദിമുണ്ടായിരുന്നു. ആ ഖാദിമിന് ഇയാളോട് ഭയങ്കര സ്നേഹമാണ്. കാരണം ഇത്രയും വലിയ പണ്ഡിതൻ, ഇയാളെപ്പറ്റി ഈ ഖാദിം അത്ഭുതപ്പെടുകയാണ്. നിങ്ങൾ എത്ര വലിയ ആളാണ്, എത്ര വലിയ വിവരമുള്ള ആളാണ്, പണ്ഡിതനാണ്. നിങ്ങൾ എന്തിനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ആ നേതാവിൻ്റെ മതമായി സ്വീകരിക്കുന്നത്? അപ്പോൾ ഈ ഖാദിമിൻ്റെ ആവശ്യം എന്താണ്? നിങ്ങൾ തന്നെ ഒരു മതത്തിൻ്റെ വക്താവായി വരണം. നിങ്ങൾ പിന്നൊരാളെ സ്നേഹിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്നെ നേതാവല്ലേ, ഇത്രയും വലിയ ആളല്ലേ. ആദ്യം ഇബ്നു സീന ശകാരിച്ചു. പക്ഷേ ഖാദിമിന് ഭയങ്കര സ്നേഹമാണ്. നിങ്ങൾ തന്നെ നബിയായി വരണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു നേതാവായി വരണം. അങ്ങനെ ഇബ്നു സീന തീരുമാനിച്ച് ഇത് പ്രാക്ടിക്കലായി മനസ്സിലാക്കി കൊടുക്കണം ഈ ഖാദിമിന്, അല്ലെങ്കിൽ അയാൾ പിന്നെയും പറഞ്ഞുകൊണ്ടേയിരിക്കും, നിങ്ങൾ നബിയാകണം, നിങ്ങൾ നേതാവാകണം പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ദിവസം ഇബ്നു സീനയും ഈ ഖാദിമുമൊത്ത് ഇസ്ഫഹാനിലേക്ക് യാത്ര പോവുകയാണ്. വളരെ തണുത്ത സമയമാണ്, ഭയങ്കരം തണുപ്പുള്ള സമയത്തിൽ ഇസ്ഫഹാനിലേക്കുള്ള യാത്ര. അങ്ങനെ യാത്ര പോയി രാത്രിയിൽ ഒരു വീട്ടിൽ ഉറങ്ങി. രാവിലെ ആകുമ്പോൾ തഹജ്ജുദിന് എഴുന്നേറ്റു, അല്ലെങ്കിൽ രാവിലെ ബാങ്കിന് മുമ്പ് ഇബ്നു സീന എഴുന്നേറ്റു. എന്നിട്ട് ഖാദിമിനെ വിളിച്ചു, എനിക്ക് അല്പം വെള്ളം വേണം, വുളു എടുക്കാൻ വെള്ളം വേണം. അൽ വഹിയുൽ മുഹമ്മദി എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം കാണാം. എനിക്ക് വുളു എടുക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ ഖാദിമിൻ്റെ സ്നേഹം അവിടെ മനസ്സിലാക്കാം നമുക്ക്. അദ്ദേഹം പറഞ്ഞു, ഭയങ്കര തണുപ്പാണ്, ആ തണുപ്പിൽ ഇങ്ങനെ പുതച്ചയാൾ ഉറങ്ങുകയാണ്. അയാൾ പറഞ്ഞു, സുബഹിയായിട്ടില്ലല്ലേ, കുറച്ച് നേരം കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇബ്നു സീന സംസാരിച്ചില്ല, മിണ്ടാതിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഖാദിമിനെ വിളിച്ചിട്ട് പറഞ്ഞു, വെള്ളം കൊണ്ടുവരണം, അവിടെ തന്നെ ഉണ്ട്, വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള വെള്ളം കൊണ്ടുവരണം. അപ്പോഴും ഇയാൾ നല്ല തണുപ്പിൽ ഇങ്ങനെ നല്ല വർക്കത്തിലാണ്. അയാൾ പറഞ്ഞു, കുറച്ച് നേരാവട്ടെ. കുറച്ച് സമയം കഴിയുമ്പോൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, പള്ളിയിൽ നിന്ന് ബാങ്കിൻ്റെ ശബ്ദം കേൾക്കുന്നു.
വീണ്ടും വിളിച്ചു. ഇബ്നു സീന വിളിച്ചു ചോദിച്ചു, അതെന്താണ്? അത് പള്ളിയിൽ നിന്ന് ബാങ്കിൻ്റെ ശബ്ദം മുഴങ്ങുകയാണ്, എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് തരണം വുളൂഎടുക്കാൻ വേണ്ടി, തണുത്തിട്ട് വയ്യ, കുറച്ച് സമയം കഴിയട്ടെ എന്നാ പറയും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അവിടേക്ക് എത്തിയപ്പോൾ വീണ്ടും വിളിച്ചു പറഞ്ഞു, ഇതെന്താണ്, ഇതിൻ്റെ അർത്ഥം എന്താണ്? ആ ബാങ്കുകാരൻ മുഅദ്ദിൻ എന്താണ് പറയുന്നത്? പേർഷ്യക്കാരനായ മുഅദ്ദിൻ പറയുന്നത് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്, ദൂതരാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്കിൽ നിന്റെ അബദ്ധധാരണ തിരുത്താൻ എനിക്ക് സമയമായിരിക്കുന്നു. നീ നോക്ക്, നീ പറയുന്നത് എന്താണ്? ഇബ്നു സീനയായ ഞാൻ നിന്റെ യജമാനൻ, ഞാൻ തന്നെ ഒരു പുതിയ ധർമ്മവുമായി ആശയവുമായിട്ട് വരണം, ഞാൻ വലിയ നേതാവാകണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒഴിവാക്കണം, ഇങ്ങനെയെല്ലാം നീ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഈ വീട്ടിൻ്റെ ഉള്ളിലുള്ള, പുറത്തു പോകണ്ട, വീട്ടിൻ്റെ ഉള്ളിലുള്ള വെള്ളം കുറച്ച് കൊണ്ടുവരാൻ നീ പറഞ്ഞപ്പോൾ തണുപ്പിൻ്റെ കാരണം പറഞ്ഞ് എനിക്ക് കഴിയില്ല എന്ന് നീ പറഞ്ഞു. എങ്കിൽ ആ മുഅദ്ദിനെ പറ്റി നിനക്കറിയാമോ? ഈ മുഅദ്ദിൻ ആരെ പേരാണ് വിളിച്ചു പറയുന്നത്? അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നേതാവും ഈ മുഅദ്ദിൻ്റെയും ഇടക്ക് 400ഓളം വർഷങ്ങളുണ്ട്, 4 നൂറ്റാണ്ടുകളുണ്ട്. എന്നിട്ടും പേർഷ്യക്കാരനായ ഈ മുഅദ്ദിൻ തണുത്ത് വിറക്കുന്ന ഈ സമയത്ത് ഏറ്റവും കൂടുതൽ തണുപ്പുള്ള മിനാരത്തിൻ്റെ മുകളിൽ കയറി അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വിളിച്ചു പറയുമെങ്കിൽ ആ നേതാവിൻ്റെ മഹബ്ബത്ത് ഇയാളെ ഖൽബിൽ എത്രയാണ്? ആ നേതാവ് ലോകത്തുണ്ടാക്കിയ സ്വാധീനം എത്രയാണ്? അതുകൊണ്ട് എന്നെപ്പറ്റി അങ്ങനെ നീ ഇനി പറയാൻ പാടില്ല. നിന്റെ ഡ്യൂട്ടി എൻ്റെ ഖിദ്മത്ത് മാത്രമാണ്. എന്നിട്ട് വരെ വീട്ടിൻ്റെ ഉള്ളിലുള്ള വെള്ളം തണുപ്പ് കാരണം പറഞ്ഞ് നിനക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇതെന്ത് മഹബ്ബത്താണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ വാദത്തിന് അദ്ദേഹത്തിൻ്റെ വാദം അന്ന് അവസാനിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, ഇബ്നു സീന പ്രാക്ടിക്കലായി കാണിച്ചു കൊടുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് എത്രയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജീവൻ തന്നെ സമർപ്പിക്കാൻ അവർ റെഡിയാണ്. അതുകൊണ്ട് നാം സ്വഹാബത്തിലേക്ക് മടങ്ങി വരണം. ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ഉഹുദ് യുദ്ധം നടക്കുന്ന സമയത്ത് നാം ഉഹുദ് യുദ്ധം നാം ഇന്ന് മഹബ്ബത്ത് വാദിക്കുന്ന നമ്മോട് ചോദിക്കും, ഉഹുദ് യുദ്ധം നടക്കുന്ന സമയത്ത് മത്സരിച്ചോടി സ്വഹാബത്ത് യുദ്ധത്തിന്. എന്തിനു വേണ്ടി? അത് അങ്ങയ്ക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കണം. ഉഹുദ് എന്നത് സ്നേഹത്തിൻ്റെ യുദ്ധമാണ്. ഫിദാക്ക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിരുന്ന സ്വഹാബത്ത് അത് യഥാർത്ഥത്തിൽ കാണിച്ചു കൊടുത്ത യുദ്ധമേത് എന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധമായ ഉഹുദാണ്. ആ ഉഹുദിൽ 70ഓളം സ്വഹാബത്ത് ഷഹീദായി. അവർ മഹബ്ബത്ത് റസൂലില്ല അതിനു വേണ്ടി ജീവൻ സമർപ്പിച്ചു. ഉഹുദ് യുദ്ധം വേണ്ട, വേറെന്തെങ്കിലും ഒന്ന് ഞങ്ങളോട് പറഞ്ഞു വിചാരിക്കാം. ഒരു യുദ്ധം ഇങ്ങനെ സംഭവിക്കുന്നു, നിങ്ങളെല്ലാവരും വരണമെന്ന് പറഞ്ഞാൽ 1 മാസം മുമ്പ് തന്നെ നമ്മൾ നാട് വിടും. 1 മാസം മുമ്പ് മെസ്സേജ് വന്നാൽ അതിന് ബിസി അറിഞ്ഞപ്പം തന്നെ ഞങ്ങൾ നാട് വിടും. ഞങ്ങളതിനുണ്ടാവില്ല. അപ്പോൾ ചിലർ പറയും, ചിലരിങ്ങനെ പാട്ടിലല്ലാതെ പറയും, ഞാനും ഒരു സഹാബിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, മാഷാ അല്ലാ, ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്തുണ്ടായിരുന്നെങ്കിൽ ഞാനൊരു അബൂബക്കർ, ഇങ്ങൊരു ഉമർ, അപ്പുറത്തെ ആളൊരു ഉസ്മാൻ, അപ്പുറത്തെ അലി, യാ റബ്ബി, അങ്ങനെ പറയാൻ പാടില്ല. റളിയല്ലാഹു അൻഹു. ചിലർ പാട്ടല്ല അങ്ങനെ, ഞാനൊരു അബൂബക്കറായാൽ, ഞാനൊരു ഉസ്മാനായാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്ത് ഞാനെങ്കാലും ഉണ്ടായിരുന്നുവെങ്കിൽ, അത് അവരുടെ ആഗ്രഹമായിരിക്കും, ഞാൻ ആക്ഷേപിക്കുകയല്ല. അവിടത്തേക്ക് ഒരല്പം വെള്ളം കൊടുക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നല്ലോ, സാധിക്കണമായിരുന്നു, ഒരാഗ്രഹം. ഞാനും അന്നുണ്ടായിരുന്നല്ലോ ഒരു സ്വഹാബി ആകുമായിരുന്നു. അതുകൊണ്ട് സ്വഹാബത്ത് അവരന്ന് ജനിച്ചു, അതുകൊണ്ട് സ്വഹാബിയായി. അങ്ങനെയല്ല. പിന്നെയോ ഉലായികല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്ത്യനാൾ വരെയുള്ള ജനങ്ങളെ മനസ്സിലേക്ക് അള്ളാഹു നോക്കി സെലക്ട് ചെയ്ത വിഭാഗമാണ് സ്വഹാബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്കേ അത് പറ്റൂ. ഉഹുദ് യുദ്ധം നടക്കുമ്പോൾ ഓടിപ്പോകാത്തവർ സ്വഹാബത്ത് മാത്രമാണ്. ബദറിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ കൂടുന്നവർ അവർ മാത്രമാണ്. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ഓടിപ്പോകും. അതുകൊണ്ടാണ് 1400 വർഷം കഴിഞ്ഞിട്ട് ഇപ്പുറം കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഇപ്പോഴാണ് ജനിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾക്കും സിദ്ദീഖ് തങ്ങളെപ്പോലത്തെ മഹബ്ബത്ത് കാണിക്കാമെന്ന് പറയുന്നത് അത് അദബുകേടിൻ്റെ വാക്കാണ്, ഒരിക്കലും കഴിയില്ല. സ്വഹാബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഉഹുദിലേക്ക് പോകുമ്പോൾ അവസാനമായി അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് വരുന്നു. നബി തങ്ങൾ അവർക്ക് കൊല്ലണം, അതിനു വേണ്ടിയാണ് അവർ വരുന്നത്. ആ സമയത്ത് സയ്യിദുനാ അബൂ ദുജാന റളിയല്ലാഹു അൻഹു മഹാനവറുകൾ തൻ്റെ അതുപോലെ തൻ്റെ ശരീരം മുൻഭാഗത്തിൽ നിന്ന് വരുന്ന അമ്പിലേക്ക്
തൻ്റെ ശരീരം കാണിച്ചുകൊണ്ട് തടുത്ത നേതാവാണ് സയ്യിദുനാ അബൂ ദുജാന റളിയല്ലാഹു അൻഹു. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് തലയുയർത്തി നോക്കരുത് നബിയെ. അങ്ങ് നോക്കിയാൽ ചിലപ്പോൾ ശത്രുവിൻ്റെ അമ്പ് അങ്ങിലേക്ക് വരും. അതുകൊണ്ട് ഏത് അമ്പും എൻ്റെ മുകളിൽ വരട്ടെ, കാരണം എനിക്ക് അസ്തിത്വമില്ല ഇവിടെ. അസ്തിത്വമുള്ളത് ഒരാൾക്ക് മാത്രമാണ്, അത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ വേളയിൽ സൗർ പർവ്വതത്തിലേക്ക് കയറുന്ന സമയം നാം പഠിച്ച ചരിത്രമാണ്. ഒരിക്കൽ ബലഭാഗത്തേക്ക്, ഇടഭാഗത്തേക്ക്, അതുപോലെ മുൻഭാഗത്തേക്ക്, പിൻഭാഗത്തേക്ക് എല്ലാ ഇമാമീങ്ങളും അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയ സംഭവം. എന്തിനു വേണ്ടി നിങ്ങളിങ്ങനെ ചെയ്യുന്നു? ചോദ്യത്തിന് മറുപടി, അത് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾ വലതു ഭാഗത്തുനിന്ന് വരുമോ എന്ന് പേടിച്ചിട്ട് അങ്ങോട്ടേക്ക് ഓടുന്നു. ആ സമയത്ത് ഇടതു ഭാഗത്തിൽ നിന്ന് ശത്രുക്കൾ വന്നാലോ എന്ന് പേടിച്ച് അങ്ങോട്ടേക്ക് ഞാൻ വരും. അങ്ങനെ അങ്ങയെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. എങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊന്ന് ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യമില്ലേ? നിങ്ങൾക്ക് ജീവിക്കേണ്ട ആവശ്യമില്ലേ? ഒരാവശ്യവുമില്ല. കാരണം അങ്ങ് മാത്രമാണ് ജീവിക്കേണ്ടത്. അന്ന് ഉമ്മത്താണ്, അങ്ങൊരു സമൂഹമാണ്, ഞാനൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്കെന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നമില്ല, ഒന്നും അങ്ങയ്ക്ക് സംഭവിക്കാൻ പാടില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് യഥാർത്ഥത്തിലുള്ള മഹബ്ബത്തിൻ്റെ ചില ചിത്രങ്ങൾ മാത്രമാണ് നാം പരിചയപ്പെടുന്നത്. അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനെ ഉഹുദിൽ നാം കാണുന്നു. മഹബ്ബത്ത് പഠിക്കണമെങ്കിൽ മദ്രസത്തുൽ മഹബ്ബ, അത് സ്വഹാബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കവിളത്ത് തറച്ച ആ തലയിൽ കവചത്തെ, അത് കവിളത്ത് തറച്ചപ്പോൾ അതിനെ പല്ലുകൊണ്ട് വലിച്ചെടുത്ത ആളാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുൻപല്ലുകൾ പൊട്ടിപ്പോയി. അതിനുശേഷം ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, ആ മഹാന്റെ ശരീരത്തിൽ 12ഓളം 20ഓളം മുറിവുകൾ സംഭവിച്ചു എന്ന് ഉഹദിൻ്റെ ചരിത്രം പറയുന്നു. ബഹുമാനപ്പെട്ട അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞു, നഹ്രി ദൂന നഹ്രിക യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയെ സംരക്ഷിക്കാൻ വേണ്ടി എൻ്റെ നെഞ്ഞ് കാട്ടി ഞാൻ അങ്ങയെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് അമ്പിനെ നെഞ്ഞിലേക്ക് സ്വീകരിച്ച ആളാണ് അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു. സഹോദരന്മാരെ, ആ മഹബ്ബത്ത് എവിടെ കിടക്കുന്നു? ഞങ്ങളുടെ മഹബ്ബത്ത് എവിടെയാണ്? അതേ ഉഹുദിൽ ബഹുമാനപ്പെട്ട ഉമ്മു ഉമാറ റളിയല്ലാഹു അൻഹയെ ഞങ്ങൾ കാണുന്നു. ഉമ്മു ഉമാറ നുസൈബത്തുൽ മാസിനിയ റളിയല്ലാഹു അൻഹ ഉഹുദിലേക്ക് വന്നത് മുറിവേറ്റ സ്വഹാബത്തിന് വെള്ളം കൊടുക്കാൻ വേണ്ടിയാണ്. അതേസമയത്ത് അവസാന സമയത്ത് എല്ലാ ശത്രുക്കളും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇനി ഒരിക്കലും നോക്കി നിൽക്കാൻ കഴിയില്ല. ഉമ്മു ഉമാറ റളിയല്ലാഹു അൻഹ യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണ്. അന്നത്തെ ദിവസത്തെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 12 മുറിവുകൾ ഉമ്മു ഉമാറ റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിലേക്കുണ്ടായി. ആ പെണ്ണുങ്ങളെ ഭർത്താവുണ്ട്, 2 മക്കൾ ഉഹുദിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൽതഫത്തു യമീനൻ വലാ ശിമാലൻ ഇല്ലാ വ ഉമ്മു ഉമാറത തുഖാതിലു ദൂനി. ഞാൻ വലത്തോട്ട് തിരിഞ്ഞാലും ഉമ്മു ഉമാറയാണ്, ഞാൻ ഇടത്തോട്ട് തിരിഞ്ഞാലും സയ്യിദത്തുനാ ഉമ്മു ഉമാറ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്ത പെണ്ണാണ്. അവസാനം ഉഹുദിൽ നിന്ന് വരുമ്പോൾ ആ ഉമ്മ ചോദിക്കുന്നു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്താണ് ദുആ ചെയ്യേണ്ടത്? നിങ്ങളെ കൂടെ ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടാകണം. ആ സമയത്തൊറ്റ ദുആ, അല്ലാഹുമ്മ ജഅൽഹും റുഫഖാഇ ഫിൽ ജന്ന. അല്ലാഹുവേ, ഈ ഉമ്മു ഉമാറയെ, ആ ഉമ്മു ഉമാറയുടെ ഭർത്താവിനെ, മക്കളെ എൻ്റെ കൂടെ സ്വർഗത്തിൽ കൂട്ടുകാരാക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്. ഉഹുദിൽ നിന്ന് വരുമ്പോൾ സ്വർഗം വാങ്ങി വന്ന ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പെണ്ണാണ്, മഹബ്ബത്തിൻ്റെ ഉദാഹരണയാണ് ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ഉമ്മു ഉമാറ റളിയല്ലാഹു അൻഹ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ ആ അധ്യായം തീരാത്തതാണ്. വഉതിയ സൽമാനുൻ ബിശൗഖി ഹബീബിനാ വലാ തതനാഹാ ലൗ മലഅതുൽ മുജല്ലദാ. ഞാൻ എത്ര എഴുതിയാലും ഞാൻ എത്ര പറഞ്ഞാലും ഒരിക്കലും തീർക്കാൻ കഴിയാത്ത നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വല്ലാത്ത മഹബ്ബത്താണ്. സഹോദരന്മാരെ, നിങ്ങൾ നോക്കൂ, ലോകത്തിൽ കോടിക്കണക്കിന് നേതാക്കൾ കഴിഞ്ഞുപോയി. ആ നേതാക്കളെ ഒരു ഭാഗത്തും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറ്റൊരു ഭാഗത്തും നാം ചിന്തിക്കുമ്പോൾ, ഈ പറഞ്ഞ നേതാക്കന്മാർ, അവരെ ഞങ്ങൾ എത്ര സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ചിലപ്പോൾ അവർ കൊണ്ടുവന്ന പ്രത്യയശാസ്ത്രത്തെ ഇവർ സ്വീകരിക്കും, അല്ലെങ്കിൽ അവരെ പാർട്ടിയുടെ അനുയായികളായിരിക്കും. ഇത്ര മാത്രമാണ്.
അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയല്ല, വെറും നേതാവ് എന്ന നിലക്കല്ല. പിന്നെയോ ആ നേതാവ് ഉറങ്ങിയതുപോലെ എനിക്ക് ഉറങ്ങണം. ഇങ്ങനത്തെ ഒരു നേതാവ് ലോകത്ത് മറ്റാരാണ്? ഇന്ത്യൻ പിതാവ്, വലിയ സ്ഥാനമാണ് അദ്ദേഹത്തിന്. അതുപോലത്തെ ഏത് നേതാക്കളെയും നിങ്ങൾ എടുത്തു നോക്കൂ. അയാൾ നടന്നതുപോലെ എനിക്ക് നടക്കണം, അയാൾ ചിരിച്ചതുപോലെ എനിക്ക് ചിരിക്കണം. അങ്ങനത്തെ ഒരു നേതാവിനെ കാണിച്ചു തന്നാൽ 10 കോടി ഇനം നമുക്ക് പ്രഖ്യാപിക്കാം, അയാൾ കൊടുക്കാം. കാണിച്ചു തരാൻ കഴിയില്ല. എൻ്റെ നേതാവ് എങ്ങനെയാണോ ഉറങ്ങിയത് അങ്ങനെ എനിക്ക് ഉറങ്ങണം. ആ നേതാവ് ഉറങ്ങുമ്പോൾ എന്ത് മന്ത്രമാണ് ദിക്റാണോ പറഞ്ഞത് അതെനിക്ക് പറയണം. ആ നേതാവ് എങ്ങനെ നടന്നു അങ്ങനെ എനിക്ക് നടക്കണം. ആ നേതാവ് എങ്ങനെ കിടന്നു കാണിച്ചു അങ്ങനെ തന്നെ എനിക്ക് കിടക്കണം. ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ സമയത്തിൽ, സുഖം അനുഭവിക്കുന്ന സമയത്തിൽ പോലും അതിൻ്റെ ആദാബുകൾ പഠിപ്പിച്ചു തരണം മദീനയിലെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിച്ച സമയത്ത് എനിക്ക് ചിരിക്കണം. സ്വഹാബത്ത് അതിനുശേഷം വന്ന ഇമാമിങ്ങൾ ഹദീത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ ചില സമയത്ത് ചിരിക്കും. ചിരിക്കേണ്ട ഒരു ആവശ്യവും ആ സമയത്ത് അവർക്കില്ല. ശിഷ്യന്മാർ ചോദിക്കും, എന്തിനാണ് നിങ്ങൾ ചിരിച്ചത്? സ്വഹാബത്ത് പറയും, എന്തിനാണ് എന്ന് എനിക്കറിയില്ല. ഈ സ്ഥലത്തിൽ ലഹിക്കൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു, അതുകൊണ്ട് ഞാൻ ചിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലഹക്കിനെ പറ്റി മാത്രം പുസ്തകങ്ങളാണ്, ഗ്രന്ഥങ്ങൾ. ലഹ്കുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തബസ്സുമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുഞ്ചിരിയെപ്പറ്റി മാത്രം ഗ്രന്ഥങ്ങളാണ്. ആ നേതാവ് എങ്ങനെയാണോ പുഞ്ചിരിച്ചത് അങ്ങനെ എനിക്ക് പുഞ്ചിരിക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കൊണ്ടു നടക്കാനാണ് ഒരു സത്യവിശ്വാസി എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇങ്ങനെ അതുല്യരായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പഠിച്ച് തീരാത്ത ലോകമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് ഞങ്ങളിങ്ങനെ മദ്ഹ് പറയുന്നതും മഹബത്തും ഈ സ്നേഹപ്രകടനങ്ങളെല്ലാം എന്തിനാണ് എന്ന് പറഞ്ഞാൽ, അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു മഹത്വം അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയൊന്നുമല്ല. പിന്നെ ഈ മഹബ്ബ പ്രോഗ്രാമിലൂടെ അല്ലെങ്കിൽ ഇതുപോലത്തെ വ്യത്യസ്തമായ പ്രോഗ്രാമിലൂടെ മഹത്വവും സ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഉയർച്ച എനിക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ അധ്വാനങ്ങളെല്ലാം നടത്തുന്നത് എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. എൻ്റെ പ്രവർത്തനങ്ങൾ, എൻ്റെ ഏത് കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ എനിക്ക് മഹത്വമുണ്ടാകണം. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മുതൽ ഈ സെക്കൻഡ് വരെ വർണ്ണിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾ പറയുന്നത്, മാ ഇൻ മദഹ്തു മുഹമ്മദി ബിമഖാലതി ലാകിൻ മദഹ്തു മഖാലതി ബിമുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ വാക്കിനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഞാൻ ഭംഗിയാക്കുകയാണ്, അല്ലാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എൻ്റെ വാക്കുകൊണ്ട് ഭംഗിയാക്കാൻ എനിക്ക് കഴിയില്ല, വർണ്ണിക്കാൻ കഴിയില്ല. കാരണം ശബീഹുക ബദ്റുൽ ലൈലി ബൽ അൻത അൻവറു വവജ്ഹുക മിമ്മാഇൽ മലാഹാത്തി അസ്ഹറു. ഈ ലോകത്ത് വർണ്ണനയുടെ രാജാവായ സയ്യിദുനാ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പോലും തോൽവി സമ്മതിച്ച സ്ഥലത്ത് ഞാൻ എങ്ങനെയാണ് വർണ്ണിക്കുന്നത്? അങ്ങയുടെ മുഖം അത് ആകാശത്തിൽ കാണുന്ന ചന്ദ്രനെ പോലെയാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പറഞ്ഞാൽ മതിയാകില്ല. ബൽ അൻത അൻവറു, അങ്ങയെ വർണ്ണിക്കാൻ എൻ്റെ സമീപത്ത് പദങ്ങളില്ല നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങ് അതിനേക്കാൾ പ്രകാശിക്കുന്ന നേതാവാണ്. സയ്യിദുനാ ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന പ്രസിദ്ധരായ സ്വഹാബി, റബീഉൽ അവ്വൽ ഒരു ദിവസം മദീനയിൽ 14 നിലാവുള്ള ആകാശത്ത് 14 നിലാവുള്ള ചന്ദ്രൻ കാണുന്ന സമയത്ത് റൗളയിലേക്ക് പോകാൻ വേണ്ടി, പള്ളിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഓർമ്മ വന്നു സയ്യിദുനാ ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു. ആ മഹാൻ 1400 വർഷത്തിന് മുമ്പ് ഈ നേതാവിനെ വർണ്ണിച്ചത് എങ്ങനെയാണ്? അയാൾ പറയുന്നു, ഞാൻ മദീനയുടെ പള്ളിയിലേക്ക് വന്നു. പള്ളിയിൽ വന്ന് നോക്കുമ്പോൾ അവിടെ സൗന്ദര്യത്തിൻ്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുകയാണ്. ആകാശത്ത് 14 രാത്രിയിലുള്ള ചന്ദ്രനെയും കാണുകയാണ്. ഞാൻ നബി തങ്ങളെയും ചന്ദ്രനെയും മാറി മാറി നോക്കുന്നു, ആർക്കാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യം? അവസാനം ആ മഹാന്റെ റിസൾട്ട്, ഫഇദാ ഹുവ അഹ്സനു ഇൻദി മിനൽ ഖമർ, എൻ്റെ അടുത്ത് ഖമറിനേക്കാൾ, ഈ ചന്ദ്രനേക്കാൾ ചന്തം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നബി തങ്ങളെ വർണ്ണിക്കുമ്പോൾ നിങ്ങൾ ചന്ദ്രനെ പോലെ എന്ന് പറയരുത്. ബൽ ഹുവ അൽവഉ മിനൽ ഖമർ, ചന്ദ്രനേക്കാൾ അപ്പുറമാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വർണ്ണിച്ച് തീരാത്ത, എത്രയും പറഞ്ഞാൽ തീരാത്ത നേതാവാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞത് ഈ മദ്ഹുകൾ, മഹബത്തുകൾ ഞങ്ങളുടെ ലാഭത്തിന് വേണ്ടിയാണ്, ആഖിറത്തിൻ്റെ വിജയത്തിന് വേണ്ടിയാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് ഖുദൈദ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെയാണ് ഉമ്മു മഅബദിൻ്റെ ഖൈമയുണ്ടായിരുന്നത്. ഖൈമത്ത് ഉമ്മി മഅബദ് റളിയല്ലാഹു അൻഹ. ഹിജ്റ അതൊരു വല്ലാത്ത അധ്യായമാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടത്തിയ ഹിജ്റ റൂട്ട്, ആ റൂട്ടിൻ്റെ വിശദീകരണം ഇമാമിയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഓരോ സ്ഥലത്തും മഹബത്തിൻ്റെ കഥകൾ നമുക്ക് പറയാനുണ്ട്. ഉമ്മു മഅബദിൻ്റെ ഖൈമയുടെ സമീപത്തേക്ക് എത്തിയപ്പോൾ, അത് വിശാലമായ സംഭവം ഞാൻ വിശദീകരിക്കുകയല്ല, അവിടത്തേക്കെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പാല് കൊടുത്തു, കരന്നെടുത്തു. അവിടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര പോയി. അപ്പോഴാണ് അബൂ മഅബദ് എന്ന് പറയുന്ന ഭർത്താവ് ഭാര്യൻ്റെ സമീപത്തേക്ക് എത്തി. വന്നു നോക്കുമ്പോൾ എന്തോ ഒരു സമൃദ്ധിയാണ്, വല്ലാത്തൊരു ബർക്കത്താണ്, ചേഞ്ചിങ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അങ്ങനെയില്ല. ഒരാടിൻ്റെ അകിട്ടിൽ പോലും പാലില്ലാത്ത, ഒരു ബർക്കത്ത് കുറഞ്ഞ, ഒന്നുമില്ലാത്ത ഉണങ്ങിപ്പോയ പ്രദേശമായിരുന്നു അത്. പക്ഷേ അബൂ മഅബദ് തിരിച്ചു വരുമ്പോൾ ആ സ്ഥലം പച്ചപ്പിടിച്ചതുപോലെയാണ്. പാത്രത്തിൽ നിറയെ പാലാണ്. ചോദിച്ചു, ഇതെവിടുന്നാണ് ഉമ്മു മഅബദ്? അപ്പോൾ ആ പ്രിയപ്പെട്ട സ്ത്രീക്ക് ഈ പോയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നറിയില്ല. ആ പെണ്ണുങ്ങൾ പറഞ്ഞു, ഇന്നഹു മർറ ബിനാ റജുലുൻ മുബാറക്, ഈ വഴിയിലൂടെ നല്ല ബർക്കത്തുള്ള ഒരാൾ സഞ്ചരിച്ചിട്ടുണ്ടോ? വല്ലാത്ത ബർക്കത്തുള്ള ഒരാളാണ് സഞ്ചരിച്ചത്. അബൂ മഅബദ് ചോദിച്ചു, സിഫീഹി ലനാ യാ ഉമ്മ മഅബദ്, ഉമ്മു മഅബദ് ഒന്ന് വിശദീകരിച്ച് തരുമോ, അതാരാണ് പോയത്? ആ സമയത്ത് അവിടെ ഉമ്മു മഅബദ് പറഞ്ഞൊരു വർണ്ണനയുണ്ട്. ലോകത്ത് ആണുങ്ങളായ സ്വഹാബത്തിന് വരെ പറയാൻ കഴിയാത്ത അത്ഭുതകരമായ സൗന്ദര്യ വിശദീകരണമാണ് സയ്യിദത്തുന ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹ അവിടെ നടത്തുന്നത്. റഅയ്തു റജുലൻ ളാഹിറൽ വളാഅ, അങ്ങേയറ്റത്തെ സൗന്ദര്യം നിറഞ്ഞ ഒരാളെ ഞാൻ കണ്ടു. നാം മൻഖൂസ് മൗലിദിൻ്റെ ലാസ്റ്റിൽ അവസാനത്തെ ഹദീത്തിൽ ഓതുന്നത് പോലെ, റഅയ്തുൽ ലൈലത റജുലൻ ഹസനൽ വജ്ഹി ത്വയ്യിബർ റായിഹതി അലീമൽ ഹൈബതി അസജ്ജൽ ഹാജിബൈനി സഹ്ലൽ ഖദ്ദൈനി ഇദാ തകല്ലമ ഫഅലൈഹിൽ ബഹാഉ വഇദാ സമത ഫഅലൈഹിൽ വഖാറു ഹുൽവുൽ മൻതിഖ് ഇദാ തലഅ തഖൂലു ഹാദൽ ബദ്റുൽ മുനീർ. ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹയുടെ വർണ്ണന വല്ലാത്തതാണ്. ഈ ഹദീത്തിൽ പറഞ്ഞ അതേ വിഷയമാണ് ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹ അവിടെ നടത്തുന്നത്. ഹുൽവുൽ മൻതിഖ്, എന്തൊരു സംസാരമാണ്, എന്തൊരു മധുരമാണ് ആ സംസാരം. കഅന്ന മൻതിഖഹു ഖറസാത്തു നദ്മിൻ. ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹ പറയുന്നത് മുത്തുമാണിക്യങ്ങളെ പോലെയാണ്, അത്രയും നല്ല സംസാരങ്ങളാണ്. ആ ആളെ കണ്ടാൽ അത് അൽ ബദ്റുൽ മുനീറാണ്, അത് പ്രകാശിക്കുന്ന ചന്ദ്രനെ പോലെയാണ്. സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, കഅന്ന ശംസ തജ്രി ഫീ വജ്ഹിഹി, സൂര്യൻ അവിടുത്തെ മുഖത്തിൽ സഞ്ചരിക്കുന്നത് പോലെയാണ്. ഞാൻ പറഞ്ഞത് ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹ ആ മദ്ഹുകൾ അവിടെ ഇങ്ങനെ പറയുകയാണ്. ആ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ വലിയ ബർക്കത്തുണ്ടായി, സമൃദ്ധി ഉണ്ടായി. ആ സ്ഥലങ്ങൾ മൊത്തം പച്ചപിടിക്കുകയാണ്, ഇവർക്ക് ഈമാൻ ലഭിക്കുകയാണ്. രണ്ടാളും പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഇത് 1400 വർഷത്തിൻ്റെ മുമ്പാണെങ്കിൽ 1400 വർഷങ്ങൾ കഴിഞ്ഞ് നമുക്കും പറയാനുള്ളത് അത് മാത്രമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കറുത്തുപോയ നമ്മുടെ ഖൽബ് പ്രകാശിക്കണമെങ്കിൽ, ഉണങ്ങിപ്പോയ നമ്മുടെ ഖൽബിന് നല്ല വെളിച്ചം കിട്ടണമെങ്കിൽ, ഹറാമ് കൊണ്ട് നിറഞ്ഞ ലോകത്ത് നമുക്ക് വിജയിക്കാൻ സാധിക്കണമെങ്കിൽ മരുന്നെന്താണ്? അത് ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹ അന്ന് നടത്തിയ ആ നേതാവിൻ്റെ വർണ്ണനയുണ്ടല്ലോ, ആ നേതാവിൻ്റെ സാമീപ്യമുണ്ടല്ലോ. ആ നേതാവ് പോയപ്പോൾ ഇന്നഹു മർറ ബിനാ റജുലുൻ മുബാറക്, വലിയ ബർക്കത്ത് കിട്ടി എന്ന് പറഞ്ഞില്ലേ? ആ നേതാവിനെ വർണ്ണിക്കലല്ലാതെ ലോകത്ത് മറ്റൊരു വഴി നമുക്ക് കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് യാ ഉമ്മ മഅബദ് കർരിരി ഔസാഫഹു ഫല്ലർഹു ജഫ വശാതുന അജ്ഫാഉ. ഉമ്മു മഅബദിനോട് തന്നെ നമുക്ക് മറ്റൊരിക്കൽ പറയാം, നിങ്ങൾ വർണ്ണിക്കൂ, പിന്നെയും വർണ്ണിക്കൂ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. അന്ന് ആ നേതാവിനെ വർണ്ണിച്ചപ്പോൾ ഉണങ്ങിപ്പോയ ആടിൻ്റെ മുലയിൽ പാല് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഉണങ്ങിപ്പോയ പരിസരങ്ങൾ പച്ച പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് സൗകര്യത്തിൽ മുങ്ങിക്കുളിക്കുന്ന നാം, ഭക്ഷണത്തിൽ മുങ്ങിക്കുളിക്കുന്ന നാം, നിഅമത്തിൽ മുങ്ങിക്കുളിക്കുന്ന നമുക്ക് സംഭവിച്ച വലിയ പരാജയം, നമ്മുടെ ഖൽബിന് വലിയ ഇരുട്ട് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഖൽബിന് വെളിച്ചമില്ല, പ്രകാശമില്ല. ഖൽബിൽ ധാരാളം രോഗങ്ങളുണ്ട്. ആ രോഗത്തിന് ശമനം കിട്ടണമെങ്കിൽ ഒരേ ഒരു മരുന്ന് മാത്രമാണ് മദ്ഹുൻ നബിയിൽ മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ്, ആ നേതാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കുക, സ്വലാത്തുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഈ അടുത്ത് ഞങ്ങളെ പള്ളിയിൽ മുതഅല്ലിമീങ്ങളെ കണക്കിൽ 30 പരിപാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മീലാദുമായി സംഘടിപ്പിച്ചു. അതിൽ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് സ്വലാത്തുകൾ പറയിപ്പിക്കുക. ദലായിലുൽ ഖൈറാത്ത് അഭിയാന എന്ന് പറഞ്ഞ് നമുക്കതേ കഴിയൂ. ദലായിലുൽ ഖൈറാത്ത് എന്ന് പറയുന്ന സ്വലാത്ത് ഞാനിവിടെ ഇടയ്ക്ക് വെച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അത് പറയാൻ അർഹനായ ആളൊന്നും അല്ല ഞാൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലിൽ നിരന്തരമായി സ്വലാത്തുകൾ അധികരിപ്പിക്കുക. ലക്ഷക്കണക്കിന് സ്വഹാബത്ത് മഹബത്തുകളുമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് എത്തുമ്പോൾ ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാഹ്, നാളെ അന്ത്യനാളിൽ എൻ്റെ സമീപത്ത് നിൽക്കുന്നത് കൂടുതൽ സ്വലാത്ത് പറഞ്ഞവരാണ്. ഒരു MLA വന്നാൽ നാം അടുത്തു പോകും സെൽഫി എടുക്കാൻ വേണ്ടി, പേപ്പറിൽ വരും, വാട്സപ്പിലിടും, കുടുംബക്കാരെല്ലാം ചർച്ചയാക്കും. ബാംഗ്ലൂരിൽ ഇന്നാലിന്ന് MLA സമീപത്ത് എൻ്റെ മോനുണ്ട്, അല്ലെങ്കിൽ CMൻ്റെ സമീപത്ത് പോയി അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ, സെൽഫി എടുക്കാൻ എന്തൊരു താല്പര്യമാണ്, സന്തോഷമാണ്. എങ്കിൽ എന്ത് CM ആണ്, എന്ത് PM ആണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി. ആ നേതാവിനെ ഖൽബ് കൊണ്ട് സെൽഫി എടുക്കാൻ കഴിയണം. നാളെ ആ നേതാവിൻ്റെ സമീപത്തെത്തി നമുക്കൊരു സെൽഫി എടുക്കണം. എങ്കിൽ അർഹത ഒന്ന് മാത്രമാണ്. ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാഹ്, എൻ്റെ മേൽ ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിക്കുക. ദലായിലുൽ ഖൈറാത്ത് വലിയ മഹത്വമുള്ള സ്വലാത്താണ്. ഒരു 20 മിനിറ്റ് ചെലവാക്കിയാൽ SSFൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കത് ചെയ്യാം. സ്വലാത്തുകൾ പറയാം. ദലായിലുൽ ഖൈറാത്തിൻ്റെ ഏറ്റവും വലിയ ഷെയ്ഖായിരുന്നു കക്കടിപ്പുറം ഷെയ്ഖ് അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. 1990 അദ്ദേഹം മരണപ്പെട്ടു പോയത്. ആ മഹാൻ്റെ കൈയെഴുത്തിൽ ഞാൻ വായിച്ചു, ദലായിലുൽ ഖൈറാത്ത്, അതായത് ഒരാഴ്ച കൊണ്ട് ചൊല്ലിത്തീർക്കുന്ന സ്വലാത്തിൽ അതിൽ 29,000 സ്വലാത്തുണ്ടെന്നാണ് പറയുന്നത്. എങ്കിൽ ഒരു മാസം നാം സ്വലാത്ത് പറയുമ്പോൾ 1,00,000 ചില്ലാര സ്വലാത്ത് എനിക്കൊരു മാസം കൊണ്ട് ചൊല്ലിത്തീർക്കാൻ കഴിയും എന്നതാണ് ദലായിലുൽ ഖൈറാത്തിൻ്റെ മഹത്വം. ഒരു ദിവസം എന്നെക്കൊണ്ട് 1000 സ്വലാത്ത് പറയാൻ കഴിയുമോ? പ്രയാസാണ്, ഞങ്ങളെക്കൊണ്ട് പ്രയാസാണ്. എങ്കിൽ ദലായിലുൽ ഖൈറാത്ത് പറയുന്ന ആൾക്ക് 30 ദിവസം തികയുമ്പോൾ 1,00,000 ചില്ലാര സ്വലാത്ത് അദ്ദേഹത്തിന് പറയാം. അങ്ങനെ ഞങ്ങളൊരു അഭിയാനം തുടങ്ങി, ദലായിലുൽ ഖൈറാത്ത് അഭിയാനം. ഉറപ്പിച്ചു, പ്രതിജ്ഞ ചെയ്യിപ്പിച്ചു, പിന്നെയും ചെയ്യിപ്പിച്ചു, ക്ലാസ്സുകൾ അയച്ചു കൊടുത്തു. വെറുതെ കിതാബ് തരുന്നതല്ല, നല്ല മുന്തിയ കിതാബ് അവർക്ക് പോസ്റ്റ് വഴി അയച്ചു കൊടുത്തു. ഈ റബീഉൽ അവ്വൽ 1 മുതൽ തുടങ്ങി മരണം വരെ നിത്യമാക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ അഭിയാനത്തിൽ ചേരാൻ പറ്റും. അൽഹംദുലില്ലാ, ലോകത്തത് ഏറ്റവും വലിയ സേവയായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞത് ഖിദ്മത്തുസ്സലാ. എത്രയാൾ എന്ന് ഞാൻ പറയുന്നില്ല, കുറേ ആളുകൾക്ക് നാം സ്വലാത്തിൻ്റെ കിതാബുകൾ അയച്ചു കൊടുത്തു. അതുപോലെ നമ്മുടെ പള്ളിയിൽ 24 hours സ്വലാത്ത് എന്ന് പറയുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ 6 മണി മുതൽ പിറ്റേന്ന് വെള്ളിയാഴ്ച 6 മണി വരെ നിരന്തരമായി സ്വലാത്ത്, ഒരു സെക്കൻഡ് പോലും മുടങ്ങാതെയുള്ള സ്വലാത്ത്. രാത്രി സമയത്ത് ആവേശത്തോടെ ചെറുപ്പക്കാർ വന്നു, നല്ല മജ്ലിസ്. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷത്തെ സമയം ഏത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആ 24 മണിക്കൂർ സ്വലാത്തിൻ്റെ ആ ഒരു സദസ്സാണ്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി പഠിക്കണം, ആ മഹബത്തിൻ്റെ ലോകത്തിൽ നാം സഞ്ചരിക്കണം. എന്തിനു വേണ്ടി? എൻ്റെ ഖൽബൊന്ന് നന്നാകാൻ വേണ്ടിയാണ്. ലോകത്തെ ഏറ്റവും വലിയ മാദിഹായ ഇമാം ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ രചിച്ച ഗ്രന്ഥമാണ് അശ്ശിഫ ബി തഅരീഫി ഹുഖൂഖിൽ മുസ്തഫ എന്ന് പറയുന്ന ഗ്രന്ഥം. ലൗല ശിഫ ലമാ ഉരിഫൽ മുസ്തഫ എന്നിവരെ ചില മഹാന്മാർ പറഞ്ഞു. ശിഫയില്ലെങ്കിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയപ്പെടുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രയും വലിയ മഹത്വമുള്ള കിതാബാണ്. ഇമാം ഖാദി ഇയാദാണ്, മൊറോക്കോക്കാരനാണ് രചിച്ചത്. ആ മഹാൻ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് മദ്ഹ് പറയുന്നത്. ശിഫയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ മദ്ഹാണ്. ശിഫ എന്ന് പറഞ്ഞാൽ അർത്ഥം ശമനം, രോഗശമനം എന്നാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, തുഹിബ്ബുസ് ശിഫ വതുഖ്ബിറു ഫീഹി അനിൽ മുസ്തഫ, നിങ്ങൾ ശിഫയെ സ്നേഹിക്കുന്നു, എപ്പോഴും ശിഫ ഇങ്ങനെ കൊണ്ടു നടക്കുന്നു, എന്നിട്ട് അതിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? തുഹിബ്ബുസ് ശിഫ വതുഖ്ബിറു ഫീഹി അനിൽ മുസ്തഫ. ആ സമയത്ത് മറുപടി, ലിഅന്നി അലീലുൽ ഫുആദ്, ഞാൻ എന്തിനാണ് മദ്ഹ് പറയുന്നത്, മഹബത്തിൻ്റെ ക്ലാസ്സിൽ കൂടുന്നത്, മഹബത്തിൻ്റെ കഥകൾ സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ലിഅന്നി അലീലുൽ ഫുആദ്, ഞാൻ ഹൃദയത്തിന് രോഗം പിടിച്ച ആളാണ്. ഹൃദയത്തിന് രോഗം പിടിച്ച ആളാണ്.
ഖാദിയാൽ തങ്ങളെപ്പറ്റി ഞങ്ങളൊന്നും പറയണ്ട, അവർ വലിയ മഹാന്മാരാണ്. ഞങ്ങളെപ്പറ്റി പറയാം. നിങ്ങളോട് ചോദിക്കുകയാണ്, എന്നോട് ചോദിക്കുകയാണ്, എന്തിനാണ് നീ ഈ മദ്ഹ് പറയുന്നത്, എന്തിനാണ് ഈ മദ്ഹ് സംഘടിപ്പിക്കുന്നത്? മറുപടി, ലിഅന്നി അലീലുൽ ഫുആദ്, എൻ്റെ ഹൃദയത്തിന് വലിയ രോഗമാണ്. വകുല്ലു അലീലിൻ യർജു ശിഫാ, ഏത് രോഗിയും ശിഫ ആഗ്രഹിക്കും. എത്ര ചെറിയ രോഗം വന്നാലും രോഗിയായി തന്നെ ഞാൻ കിടക്കണമെന്ന ആഗ്രഹം ആർക്കുമില്ല. എനിക്ക് ശിഫയാകണം, ശമനമുണ്ടാകണം എന്ന് തന്നെ എല്ലാവരും ആഗ്രഹിക്കും. എങ്കിൽ എൻ്റെ ബാഹ്യമായ ശരീരത്തിന് രോഗമില്ല, എൻ്റെ കൽബിന് വലിയ രോഗം പിടിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് ക്യാൻസറിനേക്കാൾ വലിയ രോഗമാണ്. ചിലപ്പോൾ നമുക്കതറിയില്ല. വല്ലാത്ത രോഗങ്ങളാണ്, ചതി പോലോത്ത രോഗങ്ങൾ, അസൂയ പോലോത്ത രോഗങ്ങൾ, അത് മനുഷ്യനെ നശിപ്പിക്കുന്ന രോഗങ്ങളാണ്. ഇങ്ങനെ ക്യാൻസറിനേക്കാൾ അപ്പുറത്തെ രോഗങ്ങൾ എൻ്റെ കൽബിന് പിടിച്ചിരിക്കുമ്പോൾ അതിന് ക്ലീൻ ചെയ്യണമെങ്കിൽ, അതിന് ശിഫ കിട്ടണമെങ്കിൽ മാർഗം ഒന്നേയുള്ളൂ, അത് മദ്ഹുൻ നബിയുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഖാദിയാദ് തങ്ങളെക്കാൾ കൂടുതൽ പറയേണ്ടത് ഞങ്ങളാണ്. മനസ്സിന് പിടിച്ച ക്യാൻസറിന് അത്ര പെട്ടെന്ന് ശിഫ കൊടുക്കാൻ ആർക്കും കഴിയില്ല എന്നൊരു പുസ്തകം ഞാൻ വായിച്ചു, ജീവിതം എന്ന അത്ഭുതം. അതൊരു ഓങ്കോളജിസ്റ്റ് എഴുതിയ പുസ്തകമാണ്, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ്. ഗംഗാധരൻ എന്ന് പറയുന്ന ഓങ്കോളജിസ്റ്റ്. അതിൽ കുറേ അനുഭവങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അയാൾ ഒരാളെപ്പറ്റി സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കബീർ എന്നാണ്. അയാൾ പറയാണ്, എൻ്റെ സമീപത്തേക്ക് ഈ കബീർ അദ്ദേഹത്തിൻ്റെ ഉമ്മയെ കൂട്ടി വന്നു. ഉമ്മക്ക് ക്യാൻസർ രോഗമാണ്, ശരീരത്തിന് പിടിച്ച ക്യാൻസറാണ്. അങ്ങനെ ഉമ്മ മരണപ്പെട്ടു പോയി. പിന്നെ ഈ കബീറിൻ്റെ ജ്യേഷ്ഠത്തിക്കും ക്യാൻസർ രോഗമാണ്. അങ്ങനെ ചികിത്സയ്ക്ക് വേണ്ടി എൻ്റെ സമീപത്തെ ഇയാൾ വിദഗ്ധനായ ഡോക്ടറാണ്. ജീവിതം എന്ന അത്ഭുതം എന്ന പുസ്തകത്തിൽ പറയുകയാണ്. അങ്ങനെ വന്നു. മനസ്സിലെ ക്യാൻസർ എന്നാണ് ആ അധ്യായത്തിൻ്റെ പേര്. അങ്ങനെ അദ്ദേഹം അയാൾ പെങ്ങളെ കൂട്ടി വന്നു. അങ്ങനെ കുറേ ചികിത്സിച്ചു. കുറേ ആൾക്ക് ക്യാൻസർ രോഗമാണ്. ഒരു ദിവസം നോക്കുമ്പോൾ കബീറിനെ കാണാനില്ല. കബീറിൻ്റെ പെങ്ങളെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നതാണ് പെങ്ങളെ ഡോക്ടർക്ക് കാണിക്കാൻ വേണ്ടി. ഞാൻ ചോദിച്ചു, കബീർ എവിടെ പോയി? അപ്പം അയാളൊരു കഥ പറഞ്ഞു. കബീർ നാട് വിട്ടു. എന്തേ? അത് അദ്ദേഹത്തിൻ്റെ ഉമ്മ ക്യാൻസർ കൊണ്ട് മരണപ്പെട്ടു. പിന്നെ 1-2 ആളുകൾ അങ്ങനെ ക്യാൻസർ കൊണ്ട് മരണപ്പെടുകയാണ്. പിന്നെ ഈ കബീറിൻ്റെ വീട്ടിലൊരു പശു ഉണ്ടായിരുന്നു. അത് ഈ നാട്ടിലേക്കെല്ലാം പാല്, ആ പശുവിൻ്റെ പാല് കൊടുത്തിരുന്നു. അതും ക്യാൻസർ പിടിച്ച് മരണപ്പെട്ടു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ കബീറിൻ്റെ വീട്ടിലുള്ള പശുവിനും ക്യാൻസറാണ്, പെങ്ങൾക്കും ക്യാൻസറാണ്. അങ്ങനെ ജനങ്ങൾ പറയാൻ തുടങ്ങി, ഈ വീട് അത് നാട്ടിലേക്ക് മൊത്തം ക്യാൻസർ വിതരണം ചെയ്യുന്ന വീടാണ്. കബീറിനും ക്യാൻസർ ഉണ്ട് എന്ന് ആളുകൾ പറയാൻ തുടങ്ങി. കുറച്ച് സമയമാകുമ്പോൾ അവനും തോന്നാൻ തുടങ്ങി, എനിക്കും ക്യാൻസർ ഉണ്ട് എന്ന്. നഊദു ബില്ലാഹ്. അങ്ങനെ അവൻ മാനസിക രോഗിയാവുന്ന ഒരവസ്ഥയാണ്. നാം അവനെ മറ്റൊരു സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ട് എന്ന് ഈ പെങ്ങളെ ഭർത്താവ് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു വാചകമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അയാൾ പറയാണ്, വൈദ്യലോകത്തിന് അത്ഭുതപ്പെടുത്തിയ, അശക്തമാക്കിയ പല സൈസ് ക്യാൻസറിന് ഞാൻ ശിഫ കൊടുത്തിട്ടുണ്ട്, ചികിത്സിച്ചിട്ടുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ മനസ്സിന് പിടിച്ച ക്യാൻസറിന് ചികിത്സ നൽകാൻ എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് അയാൾ അദ്ദേഹത്തിൻ്റെ അശക്തത സമ്മതിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ജനങ്ങളങ്ങനെ എന്തെല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കും, ജീവിക്കാൻ സമ്മതിക്കുകയില്ല, മറ്റുള്ളവരോട് അസൂയകൾ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഞാൻ എത്ര വലിയ ഇബാദത്തുകാരനാണ് എന്ന് പറഞ്ഞാലും കൽബിൻ്റെ ഉള്ളിൽ ഈ രോഗങ്ങൾ ഉള്ളവരാണ് നാമൊക്കെ. അതിനെ മറിപ്പിക്കാത്ത കാലത്തോളം അള്ളാഹുവിൻ്റെ മുമ്പിൽ വിജയിക്കാൻ എനിക്ക് കഴിയില്ല. മറ്റൊരു ക്യാൻസറാണ് സ്ഥാനമാന മോഹങ്ങൾ. അതേറ്റവും വലിയ ക്യാൻസറാണ്, വല്ലാത്ത ക്യാൻസറാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതിനെല്ലാം ശിഫ കിട്ടണം. ഞങ്ങൾ പഠിക്കേണ്ടത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആ നേതാവിനെപ്പറ്റി പഠിച്ചാൾക്ക് എന്തിനാണ് സ്ഥാനം? ആ നേതാവിനെപ്പറ്റി പഠിച്ചാൽ എത്ര നല്ല വിനയാൻവിതനായി മാറും. ചില നേതാക്കന്മാർ അവർ സ്റ്റേജിൻ്റെ സമീപത്തേക്ക് തന്നെ വണ്ടിയിൽ കൊണ്ടുവന്നാലും ഒരു 10 മീറ്റർ സഞ്ചരിക്കാൻ, നടക്കാൻ കഴിയാത്ത നേതാക്കന്മാരെ നമുക്കറിയാം. ആധുനിക ലോകമാണിത്. അവർ വന്ന് സംസാരിക്കുന്നത് തവാദു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെപ്പറ്റി നേരത്തെ ഞാൻ വന്നപ്പോൾ ഒരാൾ ചോദിച്ചു, ക്ഷീണമുണ്ട്? ഞാൻ പറഞ്ഞു, എന്ത് ക്ഷീണം? നല്ല AC ട്രെയിനിൽ വന്ന് ഒരു പ്രയാസവും ഇല്ല. നല്ല AC വരും, കാറിൽ വന്നിട്ട് അങ്ങനെ വന്നിട്ട് സ്വാഗതം പറയുന്ന ആൾ പറയും, കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ക്ഷീണം സഹിച്ച് വന്ന്. എന്ത് ക്ഷീണമാണ്? ഇവിടെ വന്ന് പിന്നെ വന്നെത്തി, ഇവിടുത്തെ ഉദാഹരണമല്ല പറഞ്ഞത്, മൊത്തത്തിൽ വന്ന് നല്ല ഫുഡ് കഴിച്ച് നല്ല AC റൂമിൽ കിടന്ന്, എന്നിട്ട് പോകുമ്പോഴും AC തന്നെ. എന്നിട്ട് ഇവിടെ സംസാരിക്കുന്നത് ത്വായിഫിൻ്റെ ത്യാഗത്തെ പറ്റിയാണ്. ഞാനാണ് എൻ്റെ നേതാവ് ഇന്നത്തെ. ഇത് പ്രിയപ്പെട്ട സഹോദരന്മാർ, ഞാൻ പഠിച്ചില്ല. ആരെപ്പറ്റി പഠിച്ചില്ല? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഒരു നേതാവിനോട് വഴിയിൽ പോകുമ്പോൾ സംസാരിച്ച്, ഇവിടെ സംസാരിക്കാൻ പാടില്ല, അപ്പോയിൻമെൻ്റ് എടുക്കണം.
ഏത് നേതാവിൻ്റെ അനുയായിയാണ്? മദീനയിലെ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തൊരു പെണ്ണ് വന്ന് പറഞ്ഞു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോടൊന്ന് സംസാരിക്കണം, എൻ്റെ ആവശ്യമൊന്ന് തീർത്തു തരണം. നേതാവ് പറഞ്ഞു, എൻ്റെ ഓഫീസിലേക്ക് വരണമെന്നല്ല, അപ്പോയിൻമെൻ്റ് എടുക്കണമെന്നല്ല, മദീനയുടെ ഏത് ഗല്ലിയിലേക്ക് വിളിച്ചാലും ഞാൻ അവിടേക്ക് വരാം, വന്ന് നിൻ്റെ ആവശ്യം തീർത്തു തരാമെന്ന് പറഞ്ഞ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ ആരാരെപ്പറ്റി പഠിച്ചു, ആരാരെ കാല് പിടിച്ച് കൈ പിടിച്ച് മുത്തി അപ്പുറെത്തിച്ച്. അതേസമയത്ത് എൻ്റെ നേതാവിനെ പറ്റി ഞാൻ പഠിച്ചതേയില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലോത്ത നേതാവ് ആരാണ്? ഇത്രയും വലിയ ക്ഷമയുള്ള നേതാവ് ആരാണ്? കഅബ് ഇബ്നു സുഹൈറിനെ കണ്ടവിടെ വെച്ച് കൊല്ലണമെന്ന് പ്രഖ്യാപിച്ചു. ആ കഅബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് വന്നു. ഇത് കഅബാണെന്ന് പറഞ്ഞില്ല, തങ്ങൾക്കും അറിയില്ല. ചോദിച്ചു, മാഫ് കൊടുക്കുമോ? ആർക്കും മാഫ് കൊടുക്കും, കഅബിന് മാഫ് കൊടുക്കുമോ? കഅബ് വന്നാലും മാഫ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ, യാ റസൂലല്ലാഹ് അന കഅബ് ഇബ്നു സുഹൈർ, ഞാനാണ് കഅബ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നൃത്തത്തിലിരുന്ന് പാടി, ബാനത് സുആദു ഫഖൽബിൽ യൗമ മത്ബൂലു മുതയ്യമുൻ നിസ്റഹാ ലം യുഫ്ദ മഖ്ബൂലു എന്ന് പറയുന്ന 67 വരിയുള്ള ബാനത് സുആദു എന്ന പാട്ട് പാടി, ഇന്നർ റസൂല ലസൈഫുൻ യുസ്തളാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി മഹത്വം പറഞ്ഞു. നാം നേതാവാകാൻ മാത്രമാണ് പഠിച്ചത്, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അറിയില്ല. പഠിക്കണം, പിന്നെയും പഠിക്കണം. ആ പഠിക്കുന്ന ലോകത്തിന് എന്തൊരു സന്തോഷമാണ്, എത്ര മധുരമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിൽ എത്രയുമുണ്ട്. നമുക്ക് പിന്നെയും പഠിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി, ആ നേതാവിൻ്റെ സ്വഭാവങ്ങൾ പറയുക. ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് കടക്കുകയല്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ ഖൽബിൽ വലിയ രോഗങ്ങളുണ്ട്. ആ രോഗത്തിൻ്റെ ശമനമാണ് മദ്ഹുൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നേതാവിനെ പറ്റി ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞ്, പിന്നെ ഷാലിടണമെന്ന് പറഞ്ഞു, ഷാലിടണമെന്ന്. അപ്പോൾ ആര് പറഞ്ഞു ചോദിച്ചു. അപ്പോൾ നോക്കും വലിയ ആളാണ്. അപ്പോൾ വേറെ നേതാവ് വരുന്നുണ്ട് പ്രോഗ്രാമിലേക്ക്. അപ്പോൾ വേറെ ഒരാളോട് പറഞ്ഞയച്ചതാണ്, ആ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് ഷാലിടണോ. അങ്ങനെ എനിക്ക് മാത്രമല്ല, വേറെ 2-3 ആളുടെ പേര്. ആരാണ് പറഞ്ഞത്? അതേ ആളെ പറഞ്ഞത്. ഞാൻ തുപ്പിയോടെ, ശാലം തിട്ടില്ലവാ, തുപ്പി. അങ്ങനത്തെ നേതാവാണ്. ഇങ്ങനത്തെ നേതാക്കന്മാരുള്ള കാലത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്വന്തം ഞാനൊരു ജില്ലയുടെ അധ്യക്ഷനായാൽ അല്ലെങ്കിൽ വേറെന്തോ ആയാൽ ഞാൻ തന്നെ പറയുകയാണ്, ആ പ്രോഗ്രാമിൽ നിന്നൊരു സാലിർ പാട്ടോണു, സാൽവേനെ പൈസ തന്നെ തണ്ടേ. ഇതാണ് ഇന്നത്തെ നേതാവിൻ്റെ അവസ്ഥ. എങ്ങനെ മെമോണ്ടോ കൊടുക്കാത്തതിൻ്റെ പേരിൽ പ്രശ്നമാണ്, മെമോണ്ടോ കൊടുത്തില്ലേ എന്നതിൻ്റെ പേരിൽ പ്രശ്നം, ഷാലിരാത്തതിൻ്റെ പേരിൽ പ്രശ്നം. 4 ആൾ അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഞാനും ആ വഴിയിലൂടെ പോയി, എന്നെ അവർ ശ്രദ്ധിച്ചില്ല, അതിൻ്റെ പേരിൽ പ്രശ്നം. 4 ആൾ നിന്നിട്ട് ഫോട്ടോ എടുത്ത് എന്നെ കണ്ടിട്ട് കാണാത്ത പോലെ ആക്കിയില്ലേ, എന്നെ ഒരു വിളിച്ച, അതിൻ്റെ പേരിൽ പ്രശ്നമാണ്. 10 ആൾ പരിപാടിക്ക് കൂടി, പിറ്റേന്ന് നോക്കുമ്പോൾ ഓൻ്റെ പേരില്ല പേപ്പറിൽ. അപ്പോൾ പറഞ്ഞു 9 ആളെ പേര് കൊടുത്ത് എൻ്റെ പേരെന്താ കൊടുക്കാത്തേ. ഇതാണ് രോഗം. ഇത് ക്യാൻസറിനേക്കാളപ്പുറമാണ്. ഈ നേതാവിനെ കൊണ്ടൊരു മാറ്റവും കൂടെ ഉണ്ടാക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ട സഹോദരൻ, മെമോണ്ടോക്ക് വേണ്ടിയിട്ട് കാലട്ടെ. ഞാൻ ഇപ്പോൾ അടുത്ത് വീട്ടിൽ പോയപ്പോൾ കുറേ മെമോണ്ടെല്ലാം കിട്ടതല്ല. അവിടെ പോയപ്പോൾ കുറച്ച് മെമോണ്ടെല്ലാം കാണുന്നില്ല. അവിടെ നോക്കി മെമോണ്ടെല്ലാം കാണുന്നില്ല. അപ്പോൾ എൻ്റെ ഓൾ പറഞ്ഞ്, അത് ഞങ്ങൾ അടുപ്പിലേക്ക് ഇട്ടു കൊണ്ടുപോയിട്ട്, മെമോണ്ട് പഴയായ മെമോണ്ടെല്ലാം കൊണ്ടുപോയിട്ട് അടുപ്പ് കിട്ടിയിട്ട് തണ്ണി നല്ല തീ കത്തിച്ചിട്ട് തണ്ണി ചൂടാക്കിയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ് നല്ലതായി. കാരണം വെക്കാൻ സ്ഥലമില്ല, ചെറിയ പറയല്ലേ. അപ്പോൾ എന്താക്കുന്നത്, ഓർക്കും തലച്ചൂടായി ഇതിനെ കണ്ടിട്ട്. ഇതിനെ വെച്ചിട്ട് ഈ അടുപ്പിലേക്ക് ഇട്ട് തീ കത്തിച്ച് ചൂടാക്കുന്ന മെമോണ്ടോക്ക് വേണ്ടിയിട്ട് ഇവിടെ കലാട്ടെ, വാട്സപ്പിൽ കലാട്ടെ. സ്റ്റേജിലേക്ക് വിളിക്കാത്തതിൻ്റെ പേരിൽ മാസങ്ങളോളം വാട്സപ്പിൽ സമരങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്വഹാബത്ത് വന്നാൽ നമുക്ക് അടി കിട്ടും, ഞങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. ആരും വിചാരിക്കേണ്ട ഞങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇവിടെ ദീനുള്ളത് എന്ന് ഒരിക്കലുമല്ല. ഞങ്ങൾക്കൊരു ത്യാഗവും അറിയില്ല. 5 മിനിറ്റ് ഫാനില്ലാത്ത റൂമിലിരുന്ന് എഴുതുമ്പോൾ ഹിജ്റയെപ്പറ്റി ഞാൻ എഴുതി, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ത്യാഗത്തെപ്പറ്റി എഴുതുമ്പോൾ, എഴുതുന്ന മാറ്റർ ത്യാഗമാണ്. ത്യാഗം എഴുതുമ്പോൾ എൻ്റെ റൂമിൽ നിന്ന് കറണ്ട് പോയി. അപ്പോൾ എൻ്റെ ത്യാഗം വെളിച്ചത്തിലായി. 5 മിനിറ്റ് ഫാനില്ലാത്ത റൂമിലിരിക്കാൻ കഴിയാത്ത ഞാനാണ് ത്യാഗത്തെപ്പറ്റി പറഞ്ഞ് ഞാനിവിടെ പ്രവർത്തിച്ചപ്പോഴാണ്, ഞാൻ കഴിഞ്ഞ 5 വർഷം ഇവിടെ പ്രവർത്തിച്ചപ്പോഴാണ് അങ്ങനെ ഉണ്ടാക്കിയത്, ഇങ്ങനെ ഉണ്ടാക്കിയത് എന്നെല്ലാം പറയും. ഇതെല്ലാം രോഗങ്ങളാണ്, അറിയില്ല. അംറാദുൽ ഖുലൂബ്. ഇതറിയണമെങ്കിൽ ഗസാലി ഇമാമിൻ്റെ കിതാബ് ഓതണം. ഇഹ്യാ ഉലൂമിദ്ദീൻ. ദീനിൻ്റെ ഇൽമുകളെ ഹയാത്താക്കുന്ന ഗ്രന്ഥങ്ങൾ ഓതിയാൽ എൻ്റെ ഖൽബിന് ഹയാത്ത് കിട്ടും. പ്രിയപ്പെട്ട സഹോദരന്മാർ, ഞാനപ്പോളോട് പറഞ്ഞ്, ഇവിടെ ലൈബ്രറിയിൽ കുറേ ബുക്സ് ഉണ്ട്, കുറേ അതിനടുപ്പ് കിട്ടുന്നുണ്ട് കൊണ്ടിട്ട് വെറുതെ തമാശക്ക്. അത് നല്ലതായി തീ കത്തിച്ചിട്ട്. പിന്നെ ഇവിടെ അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു സന്ദേശമാണ്, മനസ്സിലാക്കിയ ഒരു സന്ദേശം, മെസ്സേജ്.
ഇങ്ങനത്തെ മെമൻറ്റോ ഷാലിന് വേണ്ടി ഇങ്ങനെ ഗലാട്ടാക്കിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അടിപിടിയാണ്, കടിപിടി കൊള്ളുന്ന ലോകത്ത് എങ്ങനെ മഹബത്ത് കിട്ടും? വെറുതെ വാദിക്കുന്നത് മാത്രമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എൻ്റെ കമീസ് കൊണ്ടോ, എൻ്റെ കോട്ട് കൊണ്ടോ, എൻ്റെ തലകെട്ട് കൊണ്ടോ, എൻ്റെ സൂട്ടുപൂട്ട് കൊണ്ടോ, വേഷവിധാനങ്ങളെ കൊണ്ടോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് എനിക്ക് വിജയിക്കാൻ കഴിയുമെന്ന് ആരും വിചാരിക്കണ്ട. നാം ആ ഹബീബിനെ പഠിച്ച് വല്ലാത്ത മഹബത്തിൻ്റെ ആളുകളാകണം. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കിതാബുണ്ട്, തബഖാത്തു ഷഅറാനി. അതിൽ ഇന്നലെല്ലാം മിനിഞ്ഞാന്ന് ഞാൻ കണ്ടു, അഹ്മദു സവാവി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഷഅറാനി ഇമാമിൻ്റെ ഉസ്താദിനെ പറ്റി പറയുന്നത് ഓരോ ദിവസവും 40,000 സ്വലാത്തുകൾ പറയുന്നതാണ്. അവരാണ് നേതാക്കന്മാർ, അവരാണ് മഹാന്മാർ. ഓരോ ദിവസവും 40,000 സ്വലവാത്ത് പറയുന്ന മഹാൻ്റെ മുമ്പിൽ 33 സ്വലാത്ത് പോലും പറയാൻ കഴിയാത്ത നേതാവായ, പോസ്റ്ററിലും പത്രത്തിലും സ്റ്റേജിലും പേജിലും തിളങ്ങുന്ന ഞാൻ എങ്ങനെയാണ് അവിടെ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് എനിക്ക് നിൽക്കാൻ കഴിയുമോ? സഹോദരന്മാരെ, ഇത് മണ്ണിൻ്റെ മുകളിൽ മാത്രമാണ്. മണ്ണിൻ്റെ അടിയിൽ പോയാൽ ഈ സ്ഥാനമാനങ്ങൾക്കൊരു വാല്യൂമില്ല. ഞാൻ പ്രവർത്തിക്കേണ്ടത് എൻ്റെ റബ്ബിന് വേണ്ടിയാണ്. ബംഗളൂരുവിൻ്റെ സാഹചര്യങ്ങൾ ഞങ്ങൾക്കറിയാം, നിങ്ങൾക്കും അറിയാം. പ്രവർത്തനത്തിന് അവസരങ്ങളുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഭൗതികതയുടെ ഒഴുക്കാണ്. ഒരു ഷാലും എനിക്ക് ആവശ്യമില്ല, ഒരു മെമൻറ്റയുടെയും ആവശ്യമില്ല, ഒരാളും എന്നെ വെൽക്കം ആക്കേണ്ട ആവശ്യമില്ല, ഒരാളെ മർഹബയും എനിക്ക് ആവശ്യമില്ല എന്ന് നമ്മുടെ കൽബിലുണ്ടാകണം. 1400 വർഷത്തിന് മുമ്പ് എനിക്ക് വെൽക്കം പറഞ്ഞൊരു നേതാവുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദൽ ഖൈറ ഖസായിൻ, ഈ ഖൈർ അത് വലിയ ഖജനാവുകളാണ്. വലിതിൽക്കൽ ഖസായിനി മഫാത്തീഹ്, ആ ഖജനാവുകൾക്ക് വലിയ വലിയ താക്കോലുകളുണ്ട്. അതുകൊണ്ട് സ്വാഗതം പറയുന്നു, ഫതൂബാ ലിഅബ്ദിൻ ജഅലഹുല്ലാഹു മിഫ്താഹൽ ലിൽ ഖൈരി മിഗ്ലാഖൽ ലിശ്ശർ. ആർക്ക് ഖൈറിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമോ, അത് ദുനിയാവിന് വേണ്ടിയല്ല, ഖൈറിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമോ, ഖൈറിൻ്റെ താക്കോലാകാൻ കഴിയുമോ? ദുനിയാവിൽ ആരെന്നെ സ്വാഗതം പറഞ്ഞില്ലെങ്കിലും എൻ്റെ നേതാവ് എനിക്ക് സ്വാഗതം പറഞ്ഞിട്ടുണ്ട്. ഫതൂബാ ലിഅബ്ദിൻ ജഅലഹുല്ലാഹു മിഫ്താഹൽ ലിൽ ഖൈരി മിഗ്ലാഖൽ ലിശ്ശർ. ഈ സംഭവങ്ങൾ നടക്കുമ്പോഴാണ് സയ്യിദുന ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം ഞാൻ വായിച്ചു. ലോകത്തെ ഏറ്റവും വലിയ സൈന്യാധിപനാണ്, അസ്സൈഫുൽ മസ്ലൂലാണ്. കൂടിയ ഒരു യുദ്ധവും തോറ്റ ചരിത്രമില്ല, അത്രയും വലിയ നേതാവാണ്. ആ നേതാവിന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അധികാരത്തിൽ വന്ന ഉടനെ സ്ഥാനത്തിൽ നിന്ന് ക്യാൻസൽ ചെയ്തു. ഇനി ഖാലിദ് സൈന്യാധിപനല്ല. എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി, ഖാലിദ് ആരാണ്? ഖാലിദിനെ കൊണ്ട് ഇസ്ലാമിന് കിട്ടിയ നേട്ടങ്ങൾ എത്രയാണ്? ഖാലിദിനെ എന്തിനാണ് സ്ഥാനത്തിൽ നിന്ന് ഒഴിവാക്കിയത്? ആ സമയത്ത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവമാണ്, ഞാനൊരു സൂചന മാത്രം പറയും. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന് ഈ വിഷയം അറിഞ്ഞു, എന്നെ സ്ഥാനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടോ. ആ സമയത്ത് അവർ രണ്ടാളും പറയുന്ന മറുപടി, ഒമാ സുൽത്താനദ് ദുനിയാ ഉരീദ്, ദുനിയാവിൻ്റെ അധികാരം എനിക്ക് ആവശ്യമില്ല. ഖാലിദ് സ്ഥാനം പോയി, ഇനി പ്രവർത്തിക്കൂലേ? ഖാലിദ് പ്രവർത്തിക്കും. കാരണം എൻ്റെ പ്രവർത്തനം ലി ഉമർ, ഉമറിന് വേണ്ടിയല്ല, ബല്ലി റബ്ബി ഉമർ, ഉമറിൻ്റെ റബ്ബിന് വേണ്ടിയാണ്. അതുകൊണ്ട് എന്നെ സൈന്യാധിപനാക്കിയാലും അല്ല എങ്കിലും ഞാൻ ഏത് സമയത്തും ഈ ദീനിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ ലോകത്തെ ഏറ്റവും വലിയ നേതാവാണ് സയ്യിദുന ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആധുനിക നേതാക്കന്മാരെ പറ്റി ഒന്നും പഠിക്കണ്ട. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പഠിക്കുക, അവിടുത്തെ അനുചരന്മാരെ പറ്റി പഠിക്കുക. അതാണ് സ്വഹാബത്തു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനമായി പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്തിൻ്റെ ചെറിയ ഒരൽപ്പം വിഷയങ്ങൾ മാത്രമാണ് നാം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം എൻ്റെ ഇഷ്ടമാകണം, അവിടുത്തെ അനിഷ്ടം എൻ്റെ അനിഷ്ടമാകണം. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ പറ്റി നമുക്കറിയാം. മദീനയിലേക്ക് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിച്ചിരുത്തിയ വീട്ടുകാരനാണ്. അദ്ദേഹം ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കും. പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം എവിടുന്നാണോ കഴിച്ചത് അതിൻ്റെ അടയാളമുണ്ടാകുമല്ലോ, ആ അടയാളമുള്ള സ്ഥലത്ത് തന്നെ കൈവച്ച് അബൂ അയ്യൂബ് തങ്ങൾ കഴിക്കും, ഉമ്മു അയ്യൂബ് റളിയല്ലാഹു അൻഹ കഴിക്കും. ഇതിന് ഖുർആനിൽ പ്രമാണമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് പ്രമാണമൊന്നുമില്ല. ഇത് മഹബത്തിൻ്റെ ഭാഷയാണ്. ഒരു ദിവസം കൊണ്ടുപോയ ഭക്ഷണം അങ്ങനെ തന്നെ തിരിച്ചെത്തിച്ചു, കഴിച്ചില്ല. വിഷമം തോന്നി, നേരെ പോയി ഇലാ ഹദറത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കാത്തത്? മറുപടി പറഞ്ഞു, അതിൽ ഉള്ളി ഉണ്ടായിരുന്നു, ഉള്ളി, നീറുള്ളി. ആ ഉള്ളി അതിൽ വാസനയുണ്ട്, അതെനിക്ക് ഇഷ്ടമില്ല, എനിക്ക് വേണ്ട. അഹറാമുൻ ഹുവ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഹറാമാണോ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഹറാമൊന്നുമല്ല. പിന്നെയോ, നിങ്ങൾ കാണാത്ത ആളുകളെ ഞാൻ കാണും. അതാരാണ്? മലായിക്കത്തുകളെ ഞാൻ കാണും. അതുകൊണ്ട് മലക്കുകൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല.
അതുകൊണ്ട് ഇനി അക്രഹ്, എനിക്കതിനോട് വെറുപ്പാണ്, എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെയാണ് മഹബത്ത്. പ്രിയപ്പെട്ട സഹോദരൻ, ഇതാണ് മഹബത്ത്. ഇങ്ങനെ ചെയ്യൽ നിർബന്ധമൊന്നുമല്ല ഞാൻ പറയുന്നത്, ഇതാണ് മഹബത്ത്. അവിടെ ഞങ്ങൾ ചോദിക്കുക ഹറാമല്ലല്ലേ, അപ്പം നിങ്ങൾ തിന്നണ്ട, നിങ്ങൾ കാണാത്ത ആളുകളെ ഞാൻ കാണുന്നു, അതുകൊണ്ട് അവർ നിങ്ങൾ കാണുന്ന ആളുകൾ ഞാനൊന്നും കാണുന്നില്ല, അതുകൊണ്ട് എനിക്കത്രയും തിന്നാം. അബൂ അയ്യൂബുൽ അൻസ്വാരിക്ക് വലിയ ഇഷ്ടമാണത്. തങ്ങൾ പറഞ്ഞു എനിക്കതിനോട് വെറുപ്പാണ്, എങ്കിൽ ഇന്നി അക്രഹുമാ തക്രഹു യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നിനോട് എനിക്കിഷ്ടമില്ല. ശൈഖുന നൂറുൽ ഉലമ എം.എ. ഉസ്താദിന് അടുത്തേക്ക് OM തറുവണ പോയ ഒരു അനുഭവം എഴുതിയിരുന്നു, ഉള്ളിയും ഇഷ്കും എന്ന് പറഞ്ഞു. അവിടെ പോയി നോക്കുമ്പോൾ ഉള്ളി കാണുന്നില്ല. ഞങ്ങൾ മൊയിലാമാർ പോയാൽ തന്നെ ചോദിക്കുന്ന ഉള്ളി കണ്ടില്ലെങ്കിൽ എന്താ ഉള്ളി വെക്കാത്ത കൊണ്ടു കട്ടാക്കിയിട്ടെന്ന് എന്ന് പറയും. പീസ് വലിയ ടയർ പോലത്തെ പീസാക്കിയിട്ട് കൊടുന്നിട്ട് തിന്നെങ്കിൽ മാത്രം വലിയ സമാധാനമാവും. എം.എ. ഉസ്താദിൻ്റെ ഭക്ഷണത്തളികയിൽ അത് കണ്ടില്ല. എന്തേ? അത് സ്നേഹമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഞാൻ കുറേ അടുത്ത് പ്രസംഗിച്ച് ഈ വിഷയം പറഞ്ഞപ്പോൾ ചില വീട്ടിലേക്ക് ഇപ്പോൾ പോകുമ്പോൾ, ഭക്ഷണത്തിന് പോകുമ്പോൾ അവിടെ 2 സൈസിൻ്റെ സലാഡ് ഉണ്ടാവും. ഒന്നിൽ ഉള്ളി ഉണ്ടാവും, പിന്നെ ഉള്ളി പിന്നൊന്നിലും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഉള്ളി ഇല്ലാത്ത എനിക്ക് കൊണ്ട് വന്നിട്ട് തരും, നിങ്ങൾ തിന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കത് സീക്കെന്തും ഇല്ല, ഉള്ളി തിന്നാത്ത സീക്കെന്തും ഇല്ല. അപ്പോൾ വിചാരിച്ചത് അങ്ങനെ, ഇയാൾക്ക് ഉള്ളി ആന്നില്ല എന്ന്. അങ്ങനെ എന്തും ഇല്ല. ഇന്നി അക്രഹുമാ തക്രഹു യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയ്ക്ക് ഇഷ്ടമില്ലാത്തൊന്നും എനിക്കിഷ്ടമില്ല, അതുകൊണ്ട് വേണ്ട. ഇതാണ് മഹബത്ത്. വലിയ മഹബത്തിൻ്റെ ആളാണ്, വലിയ കോട്ടുണ്ട്, സൂട്ടുണ്ട്, വലിയ കാറുണ്ട്, വലിയ മുഹിബ്, ആഷിഖുർ റസൂൽ. നോട്ടീസിൽ തന്നെ പേര് ആഷിഖുർ റസൂൽ, മുഹിബുർ റസൂൽ. ഒരു ഉള്ളി വിടാൻ കഴിയാത്ത എന്നെപ്പറ്റി മുഹിബുർ റസൂൽ എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്താണ് ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ഉള്ളി, ഒരു ചെറിയ ഉള്ളി. അങ്ങനത്തെ ഞാൻ ഊഹദ് യുദ്ധം നടക്കുന്ന സമയത്തുണ്ടായെങ്കിൽ പർവ്വതത്തിൻ്റെ ബാക്കിൽ തുള്ളിയിട്ട് ഓടുമായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു വലിയ മഹബത്തിൻ്റെ ആൾ സ്റ്റേജിക്ക് കയറുമ്പോൾ പുറത്തില്ല, മുഹിബുർ റസൂൽ വന്നു. എന്ത് മുഹിബുർ റസൂൽ? അയാൾ ഉള്ളി നിന്നിട്ട് വന്നില്ല സമോടെ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇതാ മഹബത്ത്. അത് ഘട്ടം ഘട്ടമായി ആ വഴിയിലേക്ക് കയറാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ആ മഹാനവറുകൾ ഒരു ദിവസം ഭക്ഷണമുണ്ടാക്കി. അങ്ങനെ അദ്ദേഹം ഈ ദുബ്ബ ഉണ്ടല്ലോ, ചൊരങ്ങ, അതിനെങ്ങനെ പെറുക്കി തിന്നുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. എന്തേ നിങ്ങൾക്ക് അതിനോട് വലിയ ഇഷ്ടമാണ്? അപ്പോൾ പറഞ്ഞു എന്തേന്ന് ചോദിക്കേണ്ട, കാരണം ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ പോയപ്പോൾ ഒരു ടൈലർ ഉണ്ടാക്കിയ ആതിഥ്യം, അവനോട് സൽക്കാരാണ്. അന്ന് അവിടെ ഇറച്ചി ഉണ്ടായിരുന്നു, മറ്റ് സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈ ഈ തളികയുടെ എല്ലാ ഭാഗത്തും ഇങ്ങനെ പോകുന്നു. കാരണം ഓരോ ഭാഗത്തുണ്ടായിരുന്ന ഈ ചൊരങ്ങെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷിക്കും. ഫമി യൗമിഇദിൻ ഉഹിബ്ബുദ്ദുബ്ബാ, ആ ദിവസം മുതൽ, ആ സമയം മുതൽ എനിക്ക് ചൊരങ്ങയോട് ഇഷ്ടമാണ്. അന്ന് വരെ എനിക്കിഷ്ടമല്ല, പക്ഷേ ആ സെക്കൻഡ് മുതൽ ഉഹിബ്ബുദ്ദുബ്ബാ. ഇതാണ് സ്വഹാബത്ത്, ഇതാണ് മഹബത്ത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വർഷത്തിനൊരുക്ക മീലാദ് ബർമ്മ മിഠായി കൊടുത്ത് ജാഥ പോയി തീർന്ന് മീലാദ് മഹബത്ത് കഴിഞ്ഞ് ഇനി അടുത്ത വർഷം 1501ನೇ ജന്മദിന, അത് കഴിഞ്ഞ് 1502ನೇ ജന്മദിന. ഇങ്ങനെ ഈ ഞാൻ പറയാം, ആക്ഷേപിക്കുന്നതല്ല, എന്നെപ്പറ്റിയാണ് പറയുന്നത്. ഞങ്ങളെപ്പറ്റി ഞങ്ങൾക്കൊരു ടെസ്റ്റ് നടത്താം. ഈ മഹബത്തിൻ്റെ ഏത് അംശമാണ് എൻ്റെ കൽബിലുള്ളത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ, ആ ഉമ്മയോട് വന്ന ഒരാൾ ചോദിച്ചു, ഒരു സ്ത്രീ ചോദിച്ചു, പിന്നെ ഖിലാബുൽ ഹിന്ന, മൊയിലാഞ്ചിയുടെ കളർ, മൊയിലാഞ്ചി ഇടാൻ പറ്റുമോ? മൊയിലാഞ്ചിയുടെ സുന്നത്തല്ലേ, പെണ്ണുങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് മൊയിലാഞ്ചി. പിന്നെ ആണുങ്ങൾ ഇടുന്ന മൊയിലാഞ്ചിയിൽ അറിയില്ല, പെണ്ണുങ്ങൾ മംഗലായവർ ഇടുന്നു, മംഗലാവാത്തവരോടും ചെറിയ ചെറിയ മക്കൾ വരെ മൊയിലാഞ്ചി കൊണ്ട് മുക്കിയിട്ട് വെക്കും. ഗൾഫിൽ ഞാൻ സൗദിയിൽ ഞാൻ ഒരാൾ പറഞ്ഞു, എന്തറിയോ, അവിടെ പെണ്ണുങ്ങൾക്ക് ഡ്യൂട്ടി എന്ന് പറഞ്ഞു. എന്ത് ഡ്യൂട്ടി എന്ന് ചോദിച്ചു. അത് മൊയിലാഞ്ചി വെച്ച് കൊടുക്കുന്ന ഡ്യൂട്ടി. മൊയിലാഞ്ചി വെക്കുന്നത് വലിയൊരു ഉദ്യമമാക്കി മാറ്റി മുസ്ലിം സ്ത്രീകൾ. ഭയങ്കരമാണ്. അതിന് പുരുഷത്തില്ല പെണ്ണുങ്ങൾക്ക്. ഇന്നുകൂടെ പോയെങ്കിൽ അസർക്ക് മൗലിദിന് പോയ പോലെ അസർക്കൊരുക്ക ഉച്ചക്കൊരുക്ക മോന്തിക്കൊരുക്ക, അങ്ങനെ ഈ പെണ്ണുങ്ങളെ പണി എന്തെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മൈലാഞ്ചി വെച്ച് കൊടുക്കും. അപ്പോൾ മൈലാഞ്ചിയോട് വലിയ ഇഷ്ടമല്ലേ പെണ്ണുങ്ങൾക്ക്? മംഗലായവർക്കെല്ലാം ഇടല്ലേ, സുന്നത്തല്ലേ. ആയിഷ ഉമ്മയോട് പെണ്ണുങ്ങളെ ചോദ്യമാണ്, നിങ്ങളുടെ കയ്യിലെന്തും മൈലാഞ്ചി കാണുന്നില്ലല്ലേ, എന്താണത്? മൈലാഞ്ചിയെപ്പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞു, കരിഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൈലാഞ്ചിനെന്തോ ഒരു സ്മെല്ലത്. ആ സ്മെല്ല് എപ്പെങ്കൊർക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടാവും, എന്തോ ഒരു സ്മെല്ല്. അന്ന് മുതൽ ആയിഷ ഉമ്മയുടെ കയ്യിൽ ഇനി മൈലാഞ്ചി നിങ്ങൾ തേടി നടക്കേണ്ട ആവശ്യമില്ല. മസാല ചോദിക്കും, ഇപ്പം നിങ്ങൾ സുന്നത്തല്ലേ അത്? ആയിഷ ഉമ്മക്ക് അറിയില്ല ഈ സുന്നത്ത്. ആലിമത്ത്, ലോകത്ത് ഏറ്റവും വലിയ ആലിമത്തല്ലേ. നിയമങ്ങളൊന്ന് വേറെ, മഹബത്ത് വേറെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതാണ് മഹബത്ത്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരിഹു, അതിനെ ഒരിക്കൽ വെറുത്തത് ഞാൻ എൻ്റെ അനുഭവത്തിൽപ്പെട്ടു.
അന്ന് മുതൽ മൈലാഞ്ചിയോട് എനിക്കും ഇഷ്ടമില്ല എന്ന് സയ്യിദത്തുന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുകയാണ്. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതാണ് മഹബ്ബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റത്തെ മഹബ്ബത്ത് ഒരിക്കലും പറഞ്ഞാൽ തീരാത്തതാണ്. ലോകത്തെ ഏറ്റവും വലിയ മഹത്വം സ്വഹാബത്തു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്ന് ഞാൻ പറയാൻ കാരണം ഈ മഹബ്ബത്ത് കൊണ്ട് മാത്രമാണ്. പലർക്കും മദീനയിലേക്ക് പോകാൻ ഇഷ്ടമാണ്. മദീന എന്തേ? നാം എവിടെയും നോക്കുന്നത് സ്വഹാബത്തിൻ്റെ മഹബ്ബത്താണ്. മക്കയിൽ പോയാൽ ഒരു നിസ്കാരത്തിന് 1,00,000 പ്രതിഫലം കിട്ടും. ഒരു നിസ്കാരത്തിന് 1,00,000 പ്രതിഫലം മക്കയിൽ കിട്ടും. പക്ഷേ സ്വഹാബത്തെല്ലാം ഉണ്ടായിരുന്നത് മദീനയിലാണ്. എന്തുകൊണ്ടായിരിക്കും? ഇത് ഇന്നത്തെ പ്രമാണം വെച്ച് നോക്കുന്നവർക്ക് അതൊന്നും മനസ്സിലാവില്ല. ഞങ്ങൾ മക്കത്തെ ഹജ്ജിനെല്ലാം പോയിട്ട് പുറത്ത് വരുമ്പോൾ എണ്ണു കണക്കാക്കും, എത്ര റക്കാത്ത് നീ നിസ്കരിച്ചാളാ? നാണ് 10 റക്കാത്ത്, അപ്പോൾ 10 ലാക്കൈത്ത്. അപ്പോൾ ഒരു റക്കാത്തിന് 1,00,000 എന്നാണ് പറഞ്ഞത്. ഇബ്നു ഹജർ ലൈത്തമി റളിയല്ലാഹു അൻഹു ഹാസിയത്തുൽ ഇലായിൽ കണക്കാക്കിയിട്ട് പറഞ്ഞ് 100,000 ഹറമിൻ്റെ ഹസനാത്തിന് 1,00,000 പ്രതിഫലമാണ്. ഹറമിൻ്റെ പള്ളിയുടെ മസ്ജിദുൽ ഹറാമിൻ്റെ നിസ്കാരത്തിന് 10,000 കോടി പ്രതിഫലമാണ്. സുബ്ഹാന മൻജല്ല. മക്കയിൽ പോയി ഒരു നിസ്കാരം നിസ്കരിച്ചാൽ 10,000 കോടി പ്രതിഫലം കിട്ടുമെന്ന് ഇബ്നു ഹജർ ലൈത്തമി റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇങ്ങനത്തെ 10,000 കോടി സ്വഹാബത്തിനൊന്നും വേണ്ടേ? അവരെന്തുകൊണ്ട് മദീനയിൽ പോയി? അത് മക്കയിൽ മുശ്രിക്കീങ്ങളായിരുന്നു, അതുകൊണ്ട് അവർക്ക് മക്കയിൽ താമസിക്കാൻ കഴിഞ്ഞില്ല. ശരി, എന്നാൽ മക്കം ഫത്ഹ് സംഭവിച്ചു. ഹിജ്റ 8-ാമത്തെ വർഷം മക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിലായി. ഏതെങ്കിലും ഒരു സഹാബത്ത് പറഞ്ഞോ ഞങ്ങളിനി 10 കോടി കിട്ടറല്ലോ ഇവിടെ മെതക്കട, 10 കോടി കിട്ടുമല്ലോ, മതി, മക്കയിൽ തന്നെ നമുക്ക് നിൽക്കാം, മക്ക ഏതാണ് ഞങ്ങളെ കയ്യിലായില്ലേ, നിങ്ങൾ മദീനത്തേക്ക് പോയി എന്ന് പറഞ്ഞില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, റാണി തേനീച്ചയുടെ ബാക്കിൽ തേനീച്ചകൾ സഞ്ചരിക്കും പോലെ നേരെ പോയി ഇലാ മദീനത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവർക്കറിയാം 10,000 കോടിയല്ല, അതിൻ്റെ അപ്പുറത്തെ കോടി പറഞ്ഞാലും അത് ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചൊരു നേതാവാണ് ഇവരെ കൂടെയുള്ളത്. ഈ നേതാവില്ലെങ്കിൽ ഒന്നുമില്ല. അതുകൊണ്ട് അവരെല്ലാവരും നേരെ മദീനയിലേക്ക് പോയി. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മഹബ്ബത്തിൻ്റെ ഭാഗമാണ്. ഹജ്ജിലേക്ക് പോയപ്പോൾ ആദ്യം മദീനയിലേക്ക് എത്തി 9 ദിവസം, പിന്നെ 30 ദിവസം മക്കയിലാണ്. ആ സമയത്ത് അവസാനം വീണ്ടും മദീനയിലേക്ക് ഒരിക്കൽ പോകണം. ഒരാളോട് ചോദിച്ചു മദീനത്തേക്ക് പോകാമോ? അപ്പോൾ ചിലർ പറഞ്ഞു അതിനെ പഠിക്കണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. വെറുതെ മഹബത്തുണ്ടെന്ന് പറഞ്ഞാൽ മതി, പഠിച്ചാൽ മഹബത്ത് വരും. അപ്പോൾ കുറച്ചാൾ പറഞ്ഞ് ഒരിക്കൽ പോയിട്ടല്ലേ ഞാൻ 2 വട്ടം എന്തി പോകണ്ടേ, 2 വട്ടം എന്തിന് പോകുന്ന മദീനത്തേക്ക്, ഒരിക്കൽ പോയിട്ടല്ലേ വെറുതെ കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞു 2 വട്ടമല്ല 2000 വട്ടം പോയാലും മനസ്സിൻ്റെ ദാഹം തീരാത്തൊരു ലോകത്തെപ്പറ്റി ഇവർ സംസാരിക്കുന്നത് 2 വട്ടം എന്തി പോകണ്ടേ. എന്തുകൊണ്ട്? അവർക്കറിയില്ല. പാവം മസാക്കീനാണ്, മിസ്കീനാണ്, അവർ പഠിച്ചില്ല, അവർക്കറിയില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മക്കയിൽ പോയി ജന്നത്തുൽ മുഅല്ലയിലേക്ക് പോകാത്ത ആളുകളുണ്ട്. എന്തുകൊണ്ട്? ജന്നത്തുൽ മുഅല്ലയിൽ ആരാണുള്ളത് അവർക്കറിയില്ല. അന്നാസു അഅദാഉ മാ ജഹിലു. പഠിക്കുക, നിരന്തരമായി പഠിക്കുക. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജന്നത്തുൽ മുഅല്ലയിൽ ഒരാൾ പോയാൽ അവിടുന്ന് മടങ്ങി വരുമോ? അവിടെയുള്ളത് ഉമ്മുൽ മുഅ്മിനീൻ സയ്യിദത്തും ഫീ ഖൽബിൽ മുസ്തഫ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. ഡോക്ടർ മുഹമ്മദ് അബ്ദി അമാനി ഖദീജ ബീവിയെപ്പറ്റി കിതാബ് എഴുതിയപ്പോൾ അതിന് കൊടുത്ത പേര് സയ്യിദത്തും ഫീ ഖൽബിൽ മുസ്തഫ. ഇതിനേക്കാൾ അപ്പുറത്തെ ടൈറ്റിൽ എന്താണ്? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൽബിലുള്ള റാണിയാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. ഒരിക്കൽ അവിടേക്ക് എത്തിയപ്പോൾ കുറച്ച് അറബികൾ അവർ പറയുന്നു യാ അമീറത്ത് മക്ക എന്ന് വിളിച്ചവർ കരയുന്നു. മക്കയുടെ റാണി അമീറത്ത്. ഞാൻ പറഞ്ഞു ഇത് മക്കയുടെ മാത്രം അമീറത്തല്ല, ഇത് ലോകത്തിൻ്റെ അമീറത്താണ്. യാ അമീറത്തൽ ആലം, അങ്ങനെയാണ് വിളിക്കേണ്ടത്. ഇത് ലോകത്തിൻ്റെ അമീറത്താണ്. ഖദീജ ബീവിയെപ്പറ്റി അറിഞ്ഞില്ല, അതായത് പറഞ്ഞു വന്നത് അറിയാത്ത ആളുകൾക്ക് ആ വിഷയം ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള മഹബത്തുണ്ട്. അത് 2 വട്ടം എന്തിക്ക് പോകണ്ടേന്ന് അവർ ചോദിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി ഒരു ദിവസത്തിൽ ഒരു 10 മിനിറ്റെങ്കിലും പഠിക്കാൻ ഞാൻ സന്നദ്ധനാകണം, നിരന്തരമായി പഠിച്ചുകൊണ്ടേയിരിക്കണം. മുതവല്ലി ഷഅറാവി എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ പണ്ഡിതൻ, എല്ലാവർക്കും അറിയുന്ന ലോകപ്രസിദ്ധനായ പണ്ഡിതനാണ്, അടുത്താണ് വഫാത്തായിപ്പോയത്. ആ മഹാൻ അദ്ദേഹം ഹറമിൽ ദർസെടുക്കുന്ന സമയത്ത് ഞാനൊരു സ്ഥലത്ത് വായിച്ചതാണ്. ദർസെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തെ സമീപത്തേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് മദീനയിലെത്തണം, അതുകൊണ്ട് നിങ്ങളും കൂടെ വരണം. അപ്പോൾ മക്കയിലുള്ള അധികൃതർക്ക് അയാൾ കത്തെഴുതി, ലീവ് ലെറ്റർ എഴുതി, എനിക്ക് ലീവ് വേണം. എന്തിനു വേണ്ടി? ലിസിയാറത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് അദ്ദേഹം എഴുതിയത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്തിന് വേണ്ടി എനിക്ക് നിങ്ങൾ ലീവ് തരണം, അനുവദിക്കണം. ആ സമയത്ത് മുത്തവല്ലി ഷാറാവിയെ തിരുത്തുന്ന ആളുകളല്ലേ അവിടെയുള്ളത്. അവർ പറഞ്ഞു അങ്ങനെ എഴുതാൻ പാടില്ല, കാരണം അവർക്കത് ഇഷ്ടമൊന്നുമല്ല. ലിസിയാറത്തി റസൂലില്ല എന്ന് പറയാൻ പാടില്ല. ഹജ്ജിൻ്റെ സമയത്ത് അവിടെ പള്ളിയിലുള്ള ക്ലാസ് നടക്കും. ക്ലാസ് നടക്കുമ്പോൾ കാര്യമായി പറയുന്നത് എന്താ പറയുക, ഹജ്ജെല്ലാക്കി അതേ സമയത്ത് മദീനയിൽ പോണ്ടാന്ന്. എന്തിനു പോണ്ട? ലിസിയാറത്തി റസൂലില്ല സല്ലല്ലാഹു, അതിനു വേണ്ടി മദീനയിൽ പോകേണ്ട ആവശ്യമില്ല, അതിനു വേണ്ടി പോകണ്ട എന്നാണ് അവർ പറയുന്നത്. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈലാഹ് എടുത്ത് ഹജ്ജിൻ്റെ ക്ലാസ് എടുക്കും. ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ ഉപയോഗപ്പെടുത്തുന്ന കിതാബാണ് ഈലാഹ്. ആ ഈലാഹിൻ്റെ മറ്റൊരു പാർട്ടിൽ സംസാരിക്കുന്നത് സിയാറത്തു റസൂലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനെപ്പറ്റി അവർ സംസാരിക്കുകയില്ല. ഇരിക്കട്ടെ, ഇദ്ദേഹത്തോട് അവർ പറഞ്ഞു ലിസിയാറത്തി റസൂലില്ല എന്ന് എഴുതാൻ പാടില്ല, ലിസിയാറത്തിൽ മസ്ജിദിൻ നബവി അങ്ങനെ എഴുതണം. കാരണം മസ്ജിദുൻ നബവിയുടെ നിസ്കാരത്തിന് 1000 റക്അത്തിന്റെ പ്രതിഫലമുണ്ട്. ലാ തുശദ്ദുർ റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ, 3 പള്ളിയിലേക്കല്ലാതെ പ്രതിഫലം ആഗ്രഹിച്ച് പോകാൻ പാടില്ല, യാത്ര പോകാൻ പാടില്ല. അതിലൊന്നാണ് മദീനയിൽ 1000 റക്അത്തിന്റെ പ്രതിഫലമാണ്. അതുകൊണ്ട് അങ്ങനെ എഴുതണമെന്ന് പറഞ്ഞപ്പോൾ മുത്തവല്ലി ഷാറാവിയുടെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന മറുപടി അദ്ദേഹം പറഞ്ഞു, ഞാനൊരിക്കലും മദീന പള്ളിയിലേക്കല്ല പോകുന്നത്, ഞാൻ പോകുന്നത് ലിസിയാറത്തിമൻ, ഒരാളെ സിയാറത്തിന് വേണ്ടിയാണ്. ലൗലാഹു ലമാ ഉജിദത്തിൽ അൽഫു വലാ മിഅതു അൽഫ്, ആ ഒരു നേതാവില്ല എങ്കിൽ 1000വുമില്ല, 1,00,000വുമില്ല, 10,000വുമില്ല, 10,000 കോടിയുമില്ല. അതുകൊണ്ട് മസ്ജിദുൻ നബവിയുടെ സിയാറത്തിനല്ല ഞാൻ പോകുന്നത്, ഞാൻ പോകുന്നത് ലിസിയാറത്തി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി. ഹൃദയമുള്ളവർക്ക് മാത്രമേ ഇത് പറയാൻ കഴിയൂ. ഞാൻ മദീനയിലേക്ക് പോകുന്നത് എന്തിനാണ്? ഞങ്ങൾ മനസ്സിലാക്കണം. റൗളയെ കാണാൻ വേണ്ടിയാണോ? മസ്ജിദുൻ നബവി സിയാറത്ത് ചെയ്യാൻ വേണ്ടിയാണോ? എല്ലാത്തിനും മുമ്പ് ഞാൻ പോകുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറയാൻ വേണ്ടിയാണ്, ആ നേതാവിൻ്റെ സിയാറത്തിന് വേണ്ടിയാണ്. സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ച മഹാനാണ്. മക്കയുടെ പള്ളിയിൽ മദീനയിൽ ബാങ്ക് കൊടുത്ത ആളാണ്. അവസാനം ഷാമിലേക്ക് പോയി. മദീനയിൽ നിൽക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ മക്കയുടെ കഅബയുടെ മുകളിൽ കയറ്റി ബാങ്ക് കൊടുപ്പിച്ചു. അതുപോലെ മസ്ജിദുൽ അഖ്സയിലും ബാങ്ക്, 3 ഹറമിലും ബാങ്ക് വിളിക്കാൻ സൗഭാഗ്യം കിട്ടിയ മഹാനാണ് സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ആ മഹാൻ്റെ സംഭവം വിശാലമാണ്. മഹാനവറുകൾ വഫാത്താകുന്ന ഒരു രംഗമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ മഹാനവറുകളുടെ ഭാര്യ അത് വിശദീകരിക്കുകയാണ്. വഫാത്താകുന്ന സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു വഫാത്തിൻ്റെ സമയത്തും ഹയാത്തിലും മരണത്തിലും ശേഷവും സ്വർഗത്തിലും സ്വഹാബത്തിന് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് മുറാഫഖത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിൻ്റെ സമയം മഹാനവറുകൾ പറയുന്നത് വാ ഫറഹ ഗദൻ നൽഖൽ അഹിബ്ബത മുഹമ്മദൻ വസ്വഹബ. ഭാര്യ കരയുകയാണ്. ഭാര്യ പറയുന്നു വാ ഹസന, എന്തൊരു ദുഃഖമാണ് എനിക്ക്, എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോവുകയാണ്, വല്ലാത്ത ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്. ഭാര്യ കരയുന്ന സമയത്ത് മരിക്കാൻ പോകുന്ന ആൾ പറയുന്നത് വാ ഫറഹ, എനിക്കെന്തൊരു സന്തോഷമാണ്, എനിക്കെന്തൊരു സന്തോഷമാണ്. എന്തേ സന്തോഷം? അത് ഗദൻ നൽഖൽ അഹിബ്ബത മുഹമ്മദൻ വസ്വഹബ, നാളെ ഞാൻ കാണാൻ പോകുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്, അവിടുത്തെ അനുയായികളായ സ്വഹാബത്തിനെയാണ് കാണാൻ പോകുന്നത്. ആ ഒരു സന്തോഷമാണ് മരണത്തിലും സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു പ്രകടിപ്പിച്ചു. എങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതാണ് നമുക്കുണ്ടാകേണ്ടത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും, ഏത് പ്രവർത്തനത്തിലും, ഏത് സമയത്തിലും ഇതെന്തിനു വേണ്ടിയാണ് ഞാൻ പണിയെടുക്കുന്നത്? ലില്ലാ, ഒന്ന് അല്ലാഹുവിന് വേണ്ടിയാണ്. മരിക്കുന്ന സമയത്ത് ചുറ്റുമുള്ള ആളുകൾ കരഞ്ഞെങ്കിലും എനിക്ക് പറയണം വാ ഫറഹ, എനിക്കെന്തൊരു സന്തോഷമാണ്, എനിക്കെന്തൊരു സന്തോഷമാണ്. മരിക്കുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞ് ഈമാനോടുകൂടെ മരിക്കാൻ അള്ളാഹു ഈ സദസ്സ് കാരണമാക്കി തരുമാറാവട്ടെ. അർഹമുർ-റാഹിമീനായ റബ്ബേ, ഞങ്ങളെ നീ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഉപകാരമുള്ള അമലായി നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളെ മനസ്സ് നീ നന്നാക്കണം റഹ്മാനെ. മുഴുവൻ ഹറാമുകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ദുനിയാവിൻ്റെ പ്രേമങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാനെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് കിട്ടിയ സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തിത്തരണം റഹ്മാൻ. അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ ഖൽബിലെങ്കി മരിക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തിത്തരണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരോടും ദുആ വസിയത്ത്. അസ്സലാമു അലൈക്കും.